നമുക്ക് ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടാകട്ടെ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും എല്ലാവരെയും ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ദൈവവചനവുമായി കർത്താവ് നമ്മുടെ മധ്യേ അയച്ചിരിക്കുന്നത് കർത്താവിന്റെ വിലയേറിയ അഭിഷിക്തൻ ജോസ് പാസ്റ്റർ കൊട്ടാരക്കരയാണ്. കർത്താവ് ഈ കാലഘട്ടത്തിൽ വളരെയധികം അല്ലെങ്കിൽ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തനാണ്. ആ ദേവദാസനെ നമുക്ക് ലഭിച്ചതിൽ കർത്താവ് നമ്മുടെ മധ്യേ അയച്ചതിന് നമുക്ക് ഹല്ലേലൂയ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് തന്റെ അഭിഷിക്തനെ ശക്തമായി കരങ്ങളിൽ ഉപയോഗിക്കട്ടെ. ഈ സമയം ഹല്ലേലൂയ കർത്താവിന്റെ വിലയേറിയ ദാസൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജോസ് കൊട്ടാരക്കരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. Praise the Lord. Praise the Lord. Praise the Lord. വചനം പറയുന്നു, രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. Praise the Lord. രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ ആമേൻ വാഗ്ദത്ത പ്രകാരം 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവർക്കൊക്കെയും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം. ആകാശം മാറും, ഭൂമിയും മാറിപ്പോകും, കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല, അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭക്തന്മാരുടെ ആമേൻ അരികിലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗീയ സാന്നിധ്യം ഇന്ന് പകലും ഈ ആലയത്തിനകത്തോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഒരിക്കൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ശബ്ദം എല്ലാം ആമേൻ മുഴുമകത്തും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ആമേൻ ഉദാസീനതയോടെ അല്ല ആമേൻ കർത്താവിന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് കൊടുക്കാൻ ഹല്ലേലൂയ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഈ പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. എന്നെ നിങ്ങൾക്കും പരിചയമില്ല, നിങ്ങൾക്ക് എനിക്കും പരിചയമില്ല. എന്നാൽ നമ്മെല്ലാം പരിചയമുള്ള ഒരുവനിവിടെ ഉണ്ട്. ആയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ദൈവദിന ശുശ്രൂഷയ്ക്കായിട്ട് സ്നേഹപുരസ്കരം ക്ഷണിച്ച കർത്താവിൽ വിലയേറിയ ദാസന് പ്രിയമേ വർഗീസ് പാസ്റ്റർ അവരോടും തൻ്റെ സഹശുശ്രൂഷകരോടും ഈ സഭയോടുമുള്ള പ്രത്യേക നന്ദി ഈ പ്രാരംഭ സമയത്ത് അറിയിക്കുന്നു. അമ്മേ, ഇത് ഒന്നും അവിചാരിതമല്ല, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എല്ലാം മുൻനിർണയമാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ 2025 ആമേ 10 ദിവസം പിന്നിടുവാൻ ദൈവമിടയാക്കി. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന എത്രയോ പേര് ഇന്ന് പ്രഭാതം കാണാൻ കഴിയാതെ ആമേ മരണം വഴിയായി ഇടുങ്ങിയ ശവക്കല്ലറയിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. ഭാവി സ്വപ്നങ്ങൾ ആമേൻ മനസ്സിൽ കണ്ട് പ്ലാനുകൾ തയ്യാറാക്കി ഉറങ്ങാൻ കിടന്ന അനേകര് ഈ പ്രഭാതം ആ പ്ലാനുകളൊക്കെ മാറ്റിവെച്ച് മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഒരു ദിവസം കൂടെ ഈ ഭൂമിയിൽ നിൽപ്പാൻ ആമേൻ ഈ മനോഹര ഭൂമിയിൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ജീവിപ്പാൻ ആമേൻ ഭാഗ്യം ലഭിച്ചത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മ ആരും വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്ന
വന്നതാണ്. നാം ആരും നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ദൈവം നിർത്തിയ വിധങ്ങളെ ഓർക്കുമ്പോ ഹല്ലേലൂയ, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ, മാന്യന്മാർ, നമ്മളെക്കാൾ കഴിവുള്ളവർ പട്ടുപോയ പോർക്കളത്തിൽ ആമേൻ ഒരു ദിവസം കൂടെ ശേഷിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അത് കർത്താവിന്റെ കൃപയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ എത്രമാത്രം കർത്താവിനെ സ്തുതിക്കാമോ, എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്താമോ, അതൊരിക്കലും അധികമാകുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുവചനം പഠിക്കുമ്പോൾ 2 അത്തിയെ നമുക്ക് കാണാൻ കഴിയും. 2 അത്തിയെ. ഒന്ന് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു അത്തിയുണ്ട്. ആമേൻ. ഒന്ന് കർത്താവ് ബഥാനിയിൽ നിന്ന് മടങ്ങുമ്പോൾ വഴിയരികെ ഒരു അത്തി കണ്ടു. 2 അത്തിയ. ആമേൻ. ഒന്ന് തോട്ടത്തിനകത്ത്, മുന്തിരിത്തോട്ടത്തിനകത്ത് പ്രത്യേക സ്ഥലം മാറ്റിവെച്ച് ആമേൻ നല്ല ഭംഗിയായി കാത്തു സൂക്ഷിച്ച് വളമിട്ട് വെള്ളമൊഴിച്ച് വളരെ സുരക്ഷിതത്വത്തോടെ കാത്തു സൂക്ഷിക്കുന്നൊരത്തി. രണ്ടാമതൊരത്തി കാവലില്ല, പരിപാലകരില്ല, പ്രോപ്പറായിട്ട് പരിരക്ഷിക്കാൻ പരിചരിക്കാൻ ആളില്ല, വെള്ളം കൊടുക്കാൻ ആളില്ല, വളം കൊടുക്കാൻ ആളില്ല. ആമേൻ. സംരക്ഷണ ഭിത്തികളൊന്നുമില്ല, തുറസായ സ്ഥലത്ത് നിൽക്കുന്നു. ആമേൻ. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന, മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനെപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, മുന്തിരിത്തോട്ടത്തിനകത്ത് അത്തിയെ നടാറില്ലല്ലോ. ആമേൻ. ഇല്ലേ? നടത്തില്ല, ആരും അങ്ങനെ നടാറില്ല. പക്ഷെ ഈ അത്തിയോട് ആമേൻ യജമാനൊരു പ്രത്യേക കരുണ തോന്നി. ആമേൻ. ഹല്ലേലൂയ. വഴിയരികിൽ നടാതെ, ഹല്ലേലൂയ, ആമേൻ, മറ്റ് തുറസായ സ്ഥലങ്ങളിൽ നടാതെ, ഹല്ലേലൂയ, തോട്ടത്തിനകത്ത് നടാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മുന്തിരിത്തോട്ടം സഭയെ പ്രദാനം ചെയ്യുകയാണ്. സഭയുടെ നാഥനായവന് ഈ സഭയ്ക്കകത്ത് നമ്മെ നടുവാ. ആമേൻ. ദൈവത്തിന് പ്രസാദം തോന്നി ോർത്ത് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതിനെയും പറിച്ചു മാറ്റിയിട്ട്, ആമേൻ, പലതിനെയും പിഴുതു മാറ്റിയിട്ട് കാട്ടൊലിവാർന്ന് നമ്മെ നാട്ടൊലിവോട് ആമേൻ ഒട്ടിച്ചു ചേർത്ത് ആമേ ക്രിസ്തുവാകുന്ന സഭയ്ക്കകത്ത് ആമേൻ നമ്മെ നടുവാൻ പ്രസാദം തോന്നിയ ദൈവത്തിന് നന്ദി പറയാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയും. ഹല്ലേലൂയ. കഴിഞ്ഞൊരു വർഷക്കാലം വേണ്ടതെല്ലാം നൽകി, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകി തന്ന, ഹല്ലേലൂയ, പിഴുതു കളയുവാൻ, അമ്മെ പറിച്ചു മാറ്റുവാൻ ശത്രു പദ്ധതി ഒരുക്കിയപ്പോ, ഹല്ലേലൂയ, ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 2025 പ്രവേശിപ്പാ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ അമ്മെ നമ്മെ നിർത്തിയതിന്റെ ഉദ്ദേശം എന്തെന്ന എന്ന് പകല് തിരിച്ചറിഞ്ഞു വേണം ആലയത്തിന്റെ പടി ചവിട്ടി പുറത്തു പോകാൻ. ഹല്ലേലൂയ. അമ്മേ, അമ്മേ, എന്തിനാ നട്ടേന്നറിയാമോ? ഫലം കായ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. തടമെടുത്ത് വളമിട്ടു, അമ്മ വെള്ളമൊഴിച്ചു, പരിരക്ഷിച്ചു. ഫലമെടുപ്പാൻ തോട്ടക്കാരൻ ഉടയവൻ വന്നു. ഉടയവൻ വന്ന് ഫലമന്വേഷിച്ചപ്പോൾ ഫലമൊന്നും കണ്ടില്ല. തോട്ടക്കാരനെ വിളിച്ചു, കുറച്ച് നാളായി ഇതിനകത്ത് ഫലം അന്വേഷിക്കുന്നല്ലോ, ഇപ്രാവശ്യവും ഫലമൊന്നും ഇല്ല, കാണാനായിട്ട് കഴിയുന്നില്ല, ഫലം ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിതിനെ മുറിച്ചു കളയാം. വെറുതെ സ്ഥലം എന്തിനു നിഷ്ഫലമാക്കുന്നു? സ്ഥലം എന്തിനു വേസ്റ്റ് ആക്കുന്നു? കൊടാലിയുമായ യജമാനൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഇതാ ഒരുവൻ ഇടിവ് നിൽക്കുകയാ. തോട്ടക്കാരൻ പറയുന്നു, അല്ല യജമാനനെ, അല്ല, ഈ കൊല്ലം കൂടെ നിൽക്കട്ടെ, ഒന്നുകൂടെ തടമെടുക്കാം, ഒന്നുകൂടെ വളമിടാം, ഒന്നുകൂടെ വെള്ളമൊഴിക്കാം, ഫലം കായ്ക്കുമോ എന്ന് നോക്കാം. ഇല്ല എങ്കിൽ നമുക്ക് വെട്ടിക്കളയാ. ഇന്ന് പകല് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. 2024 പൊലിഞ്ഞു പോകേണ്ടടുത്ത്, ആ ആക്സിഡന്റ് തകർത്ത് കളയേണ്ടടുത്ത്, ആ രോഗം ഒടിച്ചു കളയേണ്ടടുത്ത് ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ, ഒന്നുകൂടെ അനുഗ്രഹിക്കാം, അല്പം കൂടെ പ്രമോഷനുകൾ കൊടുക്കാം, അല്പം കൂടെ
ഭൗതിക നന്മകൾ കൊടുക്കാം, അല്പം കൂടെ തലമുറകളെ അനുഗ്രഹിച്ച് നോക്കാം, ഒരു വിശാലതയൂടെ കൊടുക്കാം, അല്പം കൂടെ വെള്ളമൊഴിക്കാം, അല്പം കൂടെ വളമിടാം. ഹല്ലേലൂയ. പകല് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ആമേൻ. ഒരു കൊല്ലം കൂടെ ആയുസ് നീട്ടി തന്നതാ. ഹല്ലേലൂയ. ഭൗതിക നന്മകൾ ഒരുക്കി തന്നതാ. ഇന്ന് പകല് തിരിച്ചറിയണോ, ഒന്നുകൂടെ ഭൗതിക നന്മകൾ വാരിക്കൂട്ടാനല്ല, ആമേൻ, ഭൗതികത്തിന്റെ പിറകെ ഓടുവാനല്ല, ഈ ലോകത്ത് ചിലതൊക്കെ നേടിയെടുക്കാനല്ല, അതിനപ്പുറമായി നട്ടവന് ഫലം കൊടുപ്പാൻ. ഒരുവൻ ഇടിവിൽ കയറി നിൽക്കുക, മധ്യസ്ഥത നിൽക്കുക, നിൽക്കട്ടെ യജമാനനെ, ഒരു കൊല്ലം കൂടെ, ഒന്നുകൂടെ പ്രതീക്ഷിക്കാം, ഒന്നുകൂടെ അമ്മേ വേണ്ടതെല്ലാം കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞ് ഇടിവിൽ നിന്നതിന്റെ ഫലമായി ഒരാണ്ടുകൂടെ നീട്ടിക്കിട്ടിയ ഒരത്തി. അമ്മേ, ഇനി എന്ന് നോക്കിയേ, ബഥാന്യയിലെ വഴിയരികിൽ നിൽക്കുന്ന ഒരു അത്തി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ. പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. പ്രൈസലോ, നമ്മെ എല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവം, ആമേ, കർത്താവ് നമ്മുടെ നടുവിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്, ആമേ, നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇന്ന് പകൽ ഇടപെടട്ടെ. ഹല്ലേലൂയ. എന്നോട് ദൈവം സംസാരിക്കട്ടെ. ആമേ. ഹല്ലേലൂയ. ഒരു പുതിയ വർഷത്തില്, ആമേ, പഴയതുപോലെ കലണ്ടർ മാറി, പക്ഷെ ആള് മാറിയിട്ടില്ല കേട്ടോ. ആമേ, കലണ്ടർ മാറ്റി പോകാനല്ല, ആള് മാറിയവരെ പോലെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽപ്പാ. ഇത് അന്ത്യകാലമെന്നറിഞ്ഞത്, ദുർഘട സമയമെന്നറിഞ്ഞ ഹല്ലേലൂയ കർത്താവിന്റെ വേലയില് ആമേ വർദ്ധിച്ചു വരുവാൻ വിശുദ്ധ ജീവിതം നയിപ്പാ. ഉയരത്തിലേക്ക് കണ്ണുയർത്തി അരുമനാഥന്റെ പുനരാഗമനത്തിനായി ആമേ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെ, മഴയ്ക്കായി കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെ അവന്റെ പുനരാഗമനത്തിനായി കാത്തിരിക്കുന്ന വിശുദ്ധമതികളായി, വിശുദ്ധന്മാരായി ഈ 2025 ദൈവം നമ്മുടെ മേൽ അവൻ കൃപ പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന് വിശന്നു. ബഥാനിയിൽ നിന്ന് വന്നപ്പോൾ യേശുവിന് വിശന്നു. സാധാരണ ബഥാനിയെ പോലെ യേശുവിന് വിശക്കുമ്പോൾ വിശപ്പോടെ മടങ്ങി പോകേണ്ടതില്ല. അവിടെ ഒരു കുടുംബമുണ്ട്. ഏത് കുടുംബം? ആമേൻ. അവിടെ എപ്പോഴും ഫുഡ് റെഡിയാ. ആമേൻ. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. 1 മണിക്ക് മീറ്റിംഗ് അവസാനിക്കേണ്ടതുള്ളത് കൊണ്ട് ദൈവം തന്ന ദൂതുകൾ, ആമേൻ, ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ആമേൻ. പക്ഷേ അന്ന്, ആമേൻ, ഹല്ലേലൂയ, യേശുവിന് വിശന്നു. അവിടെ എങ്ങൊന്നും ആഹാരം ലഭിച്ചില്ല കേട്ടോ. ആമേൻ. ഭവനത്തിൽ നിന്ന് ആഹാരം ലഭിക്കാത്തത് കൊണ്ട് വിശന്ന യേശു, ആമേൻ, കായ്ച്ചു പന്തലിച്ച് നിൽക്കുന്ന വഴിയരികിൽ നിൽക്കുന്ന അത്തിയെ കണ്ടു കേട്ടോ. അത്തിയെ കണ്ടപ്പോൾ ആമേൻ കർത്താവിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ടായി. ഫലത്തിൻ്റെ സീസൺ അല്ലെങ്കിൽ തലക്കനിയെങ്കിലും കാണും. ആമേൻ. കർത്താവിന്റെ അഭിഷേകൻ, ആമേൻ, ലോകമറിയപ്പെടുന്ന അനുഗ്രഹീത പ്രഭാഷകനായതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നതുകൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, വളരെ പ്രതീക്ഷയോടെ തമ്പുരാൻ അവന്റെ മരത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഫലം അന്വേഷിച്ചു. ഇല്ലേ? ഫലം അന്വേഷിച്ചു. ഫലം കണ്ടില്ല താനും. യേശു എന്ത് ചെയ്തു? ആമേൻ. അതിന്റെ നടുവിൽ ഇടിവിൽ നിൽക്കാൻ ആരും ഇല്ലാതെ വന്നു. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ശപിക്കാൻ വന്ന കർത്താവിന്റെ മുമ്പിൽ നിൽക്കട്ടെ കർത്താവെ, ഒരു കൊല്ലം കൂടെ, അല്പം കൂടെ വളമിട്ട് കൊടുക്കാം, അല്പം കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാമെന്ന് പറയാൻ ഒരാളില്ല. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പലതും കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടുപോയപ്പോ നിൽക്കട്ടെ എന്ന് പറയാൻ ഒരാളില്ലാതിരുന്നപ്പോ ഇന്ന് പകല് നാമും അതേ പ്രവർത്തിയാ. നമ്മളിലും ഫലമില്ല, അതിനകത്തും ഫലമില്ല. തോട്ടത്തിന്റെ നടുവിൽ നിന്നതിനും ഫലമില്ല, വെള്ളമൊഴിച്ചതിനും ഫലമില്ല, വളം കെട്ടിയതിനും ഫലമില്ല, സംരക്ഷണം ഒരുക്കിയതിനും ഫലമില്ല, വഴിയരികൾ നിന്നതിനും ഫലമില്ല, വെള്ളമൊഴിക്കാൻ ആരുമില്ലാത്തതിനും ഫലമില്ല, സംരക്ഷിക്കാൻ ആരുമില്ലാത്തതിനും ഫലമില്ല. തിരിച്ചറിയണം ദൈവമക്കളെ, രണ്ടിന്റെയും പ്രവർത്തികൾ ഒന്നാ. എന്നാൽ ഒന്ന് ഇന്നും ജീവനോടെ നിൽക്കുന്നു, ഒന്നും ഇന്നും ജീവനോടെ നിൽക്കുന്നു. എന്നാൽ മറ്റൊന്നും ഭൂമിയിലില്ല, അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ആമേൻ നീ നടപ്പെട്ടത് കൊണ്ടാണ് ആമേൻ ഫലം കായ്ച്ചില്ലെങ്കിൽ നിൽക്കുന്നത്. ഇടിവിൽ നിൽക്കാൻ ദൈവം
ദൈവദാസന്മാർ, മധ്യസ്ഥത അണയ്ക്കാൻ ദൈവദാസന്മാർ, ദൈവസഭ ഇന്ന് പകല് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇതിനകത്ത് വന്നത് ഭാഗ്യമായ ദൈവവൈതല്. ഭാഗ്യവശാൽ ബോവസ് രൂത്തിന്റെ വയലിൽ എത്തപ്പെട്ടതുപോലെ ആമേ ദൈവസഭയ്ക്കകത്ത് വന്നു വിടുക. ആമേ ദൈവവരുക്കിയ മഹാഭാഗ്യം കൊണ്ടാണ് ഇന്ന് പകല് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത്. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? അതിന് ഇടിവിൽ നിൽക്കാൻ ഒരാളില്ല, അതിന് മധ്യസ്ഥത അണയ്ക്കാൻ ഒരാളില്ല. അത് ശപിക്കപ്പെട്ട് ഉണങ്ങി മാറിപ്പോയപ്പോ ഫലം കായ്ച്ചില്ലെങ്കിൽ 1 വർഷം കൂടെ നിൽക്കുന്നതാ. ഇടിവിൽ നിൽക്കാൻ ഒരു ആമേ പിതാവിന്റെ വലത്തു ഭാഗത്തോ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരുവ ഇന്ന് രാപകല വിശ്വാസത്തിന്റെ കണ്ണുകളെ ഉയർത്തി ആ ദർശനം നമുക്കൊന്ന് കാണാം. ഫലം കായ്ച്ചില്ലെങ്കിലോ ദൈവം ആഗ്രഹിച്ച അളവിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലോ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന അരുമനാഥന്റെ സാന്നിധ്യം വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഇന്ന് പകല് നമുക്ക് പറയാം, കർത്താവേ നിന്റെ കൃപയാ, കർത്താവേ നിന്നതല്ല നിന്റെ മധ്യസ്ഥതയാണെന്ന് തിരിച്ചറിഞ്ഞ ആമേ കർത്താവിനെ സ്തുതിക്കുന്ന മകനായി മാറട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചിന്ത എന്നെ വല്ലാതെ ചിന്തിപ്പാനിടയായിട്ട്, നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ല ദൈവമക്കളെ. ആരൊക്കെയോ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു, എവിടേക്കെയോ നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതകൾ ഉയരുന്നു. എല്ലാറ്റിലും അവർ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് വെട്ടിക്കളയല്ല പിതാവേ, വെട്ടിക്കളയല്ലേ. 1 കൊല്ലം കൂടെ നിർത്താം, 2025 കൂടെ കാണിക്കാം. ഫലം കായ്ക്കും, ഫലം കായ്ക്കും. 2025 ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാ ആമേ എന്തെങ്കിലുമൊക്കെ വാരി കൂട്ടാനല്ല. 2024 വെക്കാത്ത വീട് വെക്കാനല്ല, 2024 പ്രാപിക്കാത്ത നന്മ പ്രാപിക്കാനല്ല, മറിച്ച് 2024 ആമേ കായ്ക്കാൻ കഴിഞ്ഞില്ലപ്പാ. ആമേ ചക്ക് നാട്ടി, ഹല്ലേലൂയ ഹല്ലേലൂയ, ഗോപുരം നാട്ടി, കല്ല് പെറുക്കി കളഞ്ഞ്, ഹല്ലേലൂയ, തടമെടുത്ത് നല്ല വക മുന്തിരി നള്ളി നട്ടു. യജമാനൊരു പ്രതീക്ഷയുണ്ട്. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് പകല് പലതും നമുക്ക് തന്നതാ. ആമേൻ അർഹിക്കാത്ത പലതും നമ്മുടെ കരങ്ങളിൽ തന്നതാ. നമ്മളെക്കാൾ ബുദ്ധിയുള്ളവർക്ക്, ജ്ഞാനമുള്ളവർക്ക്, കുടുംബ മഹിമയുള്ളവർക്ക് ലഭിക്കാത്ത പലതോ നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നതിന്റെ പിന്നില് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. ആമേ പൗലോസ് പറയുന്നു, ലോകപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, ഹല്ലേലൂയ, ആമേ കുലീനന്മാർ ഏറെയില്ല, ജ്ഞാനമേറിയതിനെ ലജ്ജിപ്പിപ്പാ ദൈവം പോഷത്തമായത് തെരഞ്ഞെടുത്തു. ബലഹീനമായതിനെ ലജ്ജിപ്പിപ്പാ, ആമേ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ദൈവമക്കളെ, വചനം പഠിക്കണം കേട്ടോ, നന്നായി വായിക്കണം. നിഗളിപ്പാനൊന്നുമില്ല. അമ്മനൊരു 50-60 വയസ്സിലെ താഴെയുള്ള അമ്മേ, അതിന് താഴെയുള്ള ഒരു ഡോക്ടർമാരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒരു IAS ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ നമ്മുടെ തലമുറകളൊക്കെ ലെവലെത്തിക്കുന്നുണ്ട്. എങ്കിലും അവരനുഭവിക്കുന്നതിനേക്കാൾ സുഖ സൗകര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടില്ലേ? തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? എന്തിനാ ബലമേറിയതിനെ ലജ്ജിപ്പിപ്പാ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ജ്ഞാനമേറിയതിനെ ലജ്ജിപ്പിപ്പാ ദൈവം ഭോഷത്വമായതിനെ തെരഞ്ഞെടുപ്പു. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. പൗലോസ് വീണ്ടും കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ഏതുമില്ലാത്തതും നികൃഷ്ടമായതിനെ ദൈവം തെരഞ്ഞെടുത്തു. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ദൈവമക്കളെ, നമ്മുടെ യോഗ്യത അയോഗ്യതയാ, നമ്മുടെ യോഗ്യത അയോഗ്യതയാ. ആമേ ലോകപ്രകാരം നികൃഷ്ടന്മാരായിരുന്നു, നമ്മെ ഏതുമില്ലാത്തവരായിരുന്നു എന്ന കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചു. ലോകത്തിൽ മാന്യന്മാരോടുകൂടെ ഇരുത്താ, ലോകത്തിൽ മാന്യന്മാർ അനുഭവിക്കുന്നത് തരാൻ നമ്മുടെ ദൈവത്തിന് പ്രസാദം തോന്നി. എന്തിനാ ഒരു ജഡവും പ്രശംസിക്കല്ല, ഒരു ജഡവും പ്രശംസിക്കല്ല, ഒരു ജഡവും പ്രശംസിക്കല്ല. പ്രശംസിക്കുന്നവനുണ്ടെങ്കിൽ കർത്താവിൽ പ്രശംസിക്കട്ടെ. സാഹിത്യ കലാരംഗങ്ങളിൽ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രബലമായ നാം ഇസ്രായേൽ രാജ്യം. ആമേൻ. ശാസ്ത്രീയ മേഖലകളില്
മമ്മിമാരെ ഉണ്ടാക്കി ദീർഘകാലം ജഡങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പിരമിഡുകൾ ഉണ്ടാക്കി. ലോകത്തെ ഞെട്ടിച്ച ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം, വൈഭവത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ ഉദ്യോഗസ്ഥർ, മന്ത്രിമാരുള്ള കൊട്ടാരത്തിനകത്ത് ദൈവം സംസാരിപ്പാൻ തെരഞ്ഞെടുത്തത് ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന പ്രതിഭകളെയല്ല, ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട് പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനെ അല്ല ദൈവം തെരഞ്ഞെടുത്തത്. വിക്കനായ മോശയെ ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ ഇന്ന് പകല് തിരിച്ചറിയണം ദൈവമക്കളെ, ഹല്ലേലൂയ ദൈവം സംസാരിക്കാൻ കഴിയാത്ത, പ്രോപ്പറായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു വിക്കനായ മനുഷ്യന് ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ഒരു ജനവും പ്രശംസിക്കരുത്, ഒരു ജനവും പ്രശംസിക്കരുത്. ഇന്നത്തെ പെന്തക്കോസുകാര് ദൈവമക്കളെ, ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ മാതാപിതാക്കളൊന്നും പെന്തക്കോസിലല്ല, എൻ്റെ കുടുംബത്തിനകത്ത് ആരും പെന്തക്കോസ്കാരില്ല, പക്ക ഓർത്തഡോക്സ് ഫാമിലി. അത്താഴം കിട്ടാൻ വേണ്ടി വായിച്ചു പാടുന്ന കുടുംബത്തിലുള്ള എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് ദൈവം എന്നെ ഒറ്റയ്ക്ക് വേർതിരിച്ചത് 15-ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് പെന്തക്കോസിൻ്റെ പാരമ്പര്യമൊന്നും എനിക്കും പറയാനില്ല. ഹല്ലേലൂയ അന്ന് 450 കുടുംബങ്ങളുള്ള ആ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ലെന്ന് ദൈവവചനം കേട്ട് മനസ്സിലാക്കി, അന്നത്തെ ചെറിയ അറിവിൽ മനസ്സിലാക്കിയത് കൊണ്ട് അന്നത് വിട്ടിറങ്ങിയതാ. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ ഇന്നും അതിനു വേണ്ടി ഓടുകയാ. ഹല്ലേലൂയ പാസ്റ്റർ ആവാൻ വേണ്ടി വിശ്വാസത്തിൽ വന്നതല്ല, സെക്രട്ടറി ആവാൻ വന്നതല്ല, സെഷൻ പാസ്റ്റർ ആവാൻ വന്നതല്ല, അധികാര സ്ഥാനത്തേക്ക് വരാൻ വന്നതല്ല. ഓർത്തഡോക്സിൽ നിന്ന് ആ സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇറങ്ങി തിരിച്ചതാ. ഇന്ന് പകല് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഭൂമിയിൽ എന്തൊക്കെ തന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ അത് ഇവിടത്തേക്ക് വേണ്ടി മാത്രമാ, അത് നിത്യതയിലേക്ക് കൊണ്ടുപോകത്തില്ല കേട്ടോ. വീട് സ്വർഗത്തിൽ നമ്മെ കൊണ്ടുപോകാൻ സഹായിക്കത്തില്ല, കാറ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സഹായിക്കത്തില്ല, ഭാര്യ മക്കൾ ഇതൊന്നും നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതെല്ലാം ഈ 6 അടി മണ്ണിനിപ്പുറം ഒതുങ്ങി കഴിയുമ്പോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാ, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാ, നിത്യജീവനെ പ്രാപിപ്പാ, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിലേക്ക് പോകാം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവജനം പോകേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ അത് മതി. നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ ആകത്തുക എനിക്കറിയത്തില്ല, ഞാനതൊക്കെ പറഞ്ഞു പോയ സമയം എനിക്ക് അത്രയോ അങ്ങനെ പോകുന്ന ഒരാളാ. പ്രാർത്ഥനയുടെയൊക്കെ ആകത്തുക എന്ന് എടുത്തു നോക്ക്. 2024 പ്രാർത്ഥനകൾ മൊത്തം റെക്കോർഡ് ചെയ്തിട്ട് വെച്ച് നോക്ക്. ഭൗതിക വിഷയം മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ കാതലായ പ്രാർത്ഥനാ വിഷയങ്ങൾ. ശിഷ്യന്മാര് 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്നിട്ട് അവസാനം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഗുരു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഇന്ന് പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കുമോ? എന്റെ കുഞ്ഞിന് അഭിഷേകം പ്രാപിപ്പാൻ കൃപ ചെയ്യണമേ. 2024 ശക്തി പോരപ്പാ. എലീശ പറഞ്ഞതുപോലെ നിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി എന്റെ മേൽ പകരണമേ. എന്റെ പ്രാർത്ഥനയുടെ സമയം ഒന്ന് വർദ്ധിപ്പിക്കുക, എന്റെ വചന ധ്യാനത്തിന്റെ സമയം ഒന്ന് വർദ്ധിപ്പിക്കുക, എന്റെ ആരാധനയുടെ സമയം ഒന്ന് വർദ്ധിപ്പിക്കുക. 2025 എന്നെ സഹായിക്കണമേ. ഈ ലോകത്തിൽ എനിക്കെല്ലാം ദൈവം തന്നോ, അന്നന്ന് ആവശ്യമുള്ളതെല്ലാം നൽകി തന്നോ. ഈ 2025 പ്രാർത്ഥന ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടിയാകട്ടെ, അവൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതായി തീരട്ടെ. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഒത്തിരി നാളൊന്നും ഈ വണ്ടി ഇങ്ങനെ പോകത്തില്ല കേട്ടോ, അങ്ങനെ ആരും ഒന്നും വിചാരിക്കില്ല. ലോകരാജ്യങ്ങൾ ഇങ്ങനെ വെമ്പലോടെ കാത്തു നിൽക്കുക ന്യൂക്ലിയർ വെപ്പണിലൊക്കെ ഒന്ന് ഞെക്കാൻ വേണ്ടി. തിരിച്ചറിയുന്ന ദൈവജനത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ കർത്താവിന് വേണ്ടി നമ്മെ വിശ്വസ്തരെന്ന് കണ്ട, എനിക്കറിയത്തില്ല ദൈവാത്മാവനെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമ്മെ വിശ്വസ്തരെന്ന് കണ്ട ദൈവം പലതും ഏൽപ്പിച്ച്
ആനവാസങ്ങളെ എന്നെ വിശ്വസ്തനെന്ന് കണ്ട ദൈവം വിളിച്ചത് കേട്ടോ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടാനൊന്നും അല്ല. എന്നെ ദൈവം വിളിച്ചത് നിത്യതയെ പോകാനാ. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട പെന്തക്കോസ്തുകാരാ, ദൈവിക ദർശനങ്ങൾ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരാ, ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുക. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സംശയിച്ചതുപോലെ വിശ്വാസമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് ദൈവസഭകൾ നിറഞ്ഞിരിക്കുക. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം മറന്നു പോകല്ലോ. നമ്മൾ എന്തിനാ ഇറങ്ങിയതെന്ന് മറന്നു പോകരുത്. ഞാനൊരു ഉദാഹരണം, വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. 2014 മുതൽ 17 വരെ ദുബൈയിൽ ഷാരോൺ ചർച്ചിൽ ശുശ്രൂഷിപ്പാനുള്ള ഒരു അവസരം ദൈവം തന്നു. സഭാ മിനിസ്ട്രിയോടനുബന്ധിച്ച് ഞങ്ങൾ കടന്നുപോയി. ഒത്തിരി സമയങ്ങൾ അങ്ങോട്ടും യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാൻ വരികയാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോഴേ, നാട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ ഹല്ലേലൂയ, അനേക ദൈവമക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള സഭാവിശ്വാസികളൊക്കെ പറയും, പാസ്റ്ററെ ഹല്ലേലൂയ, എൻ്റെ മകൻ അവിടെയുണ്ട്, പാസ്റ്റർ സഭയിലെ വിശ്വാസിയില്ലേ, അതുകൊണ്ട് ഈ അച്ചപ്പം ഒന്ന് കൊടുത്തേക്കണേ, ഈ ചിപ്സ് ഒന്ന് കൊടുക്കണേ, ഈ നാരങ്ങ അച്ചാർ ഒന്ന് കൊടുത്തേക്കണേ. എൻ്റെ കയ്യിൽ ലഗേജ് കുറവുള്ളത് കൊണ്ട് ഞാൻ അവർ തരുന്ന ഈ സാധനം കൊണ്ട് പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്നത് ഇവരുടെ ചിപ്സ് കൊണ്ടുപോകാനല്ല പോകുന്നത്, ഇവരുടെ അച്ചാർ കൊണ്ടുപോകാനല്ല പോകുന്നത്, മറിച്ച് എനിക്കൊരു ദൗത്യമുണ്ട്. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. പോകുന്ന പോക്കിൽ ഇതൂടെ കൊണ്ടുപോകാം കേട്ടോ. ഇന്ന് രാപ്പകല് തിരിച്ചറിയണം ദൈവമക്കളെ, എന്നെ മറന്നാലും ഇത് മറക്കല്ല് കേട്ടോ. ഹല്ലേലൂയ. നാം വന്നതാ ഈ വിശ്വാസത്തിൽ വന്നതാ, സ്നാനപ്പെട്ടതാ, അഭിഷേകം പ്രാപിച്ചതാ, ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടി ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല, പിന്നെ മറിച്ച് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഭവന. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാര. ഹല്ലേലൂയ. ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു ഭവന. അവിടെ നമുക്ക് ഞാൻ പോയി സ്ഥലമൊരുക്കിയ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്ത് കൊള്ളുമെന്ന് പറഞ്ഞ അരുമനാഥന്റെ വാഗ്ദത്തമുണ്ട്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പിന്നെ പോകുന്ന യാത്രയിൽ ഇതൊക്കെ നമുക്ക് തരും പ്രോത്സാഹന സമ്മാനങ്ങളായതല്ല, ഇതല്ലവേ അല്ല നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വിശ്വസ്തരെന്ന് കണ്ട പലതും ഏൽപ്പിച്ച് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്കറിയില്ല, ദൈവാത്മാവ് ഇതൊക്കെ ഇവിടെ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും പറയിപ്പിക്കുന്നത്. യേശു കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ? ചില സന്ദർഭങ്ങളിൽ യേശു 9 പേരെ മാറ്റി നിർത്തിയിട്ട് 3 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ പിടിക്കുന്ന തലേ രാത്രി യേശു കർത്താവ് 9 പേരെ മാറ്റി നിർത്തിയിട്ട് 3 പേരെ കൊണ്ട് ഗത്സമനയിലേക്ക് പോകുന്നു ഇല്ലേ? യേശു കർത്താവിന് മനസ്സിലായി, ഏതാനും മണിക്കൂറുകൾ കൂടെ കഴിയുമ്പോൾ ഞാൻ യഹൂദന്മാരാൽ, റോമൻ പടയാളികളാൽ പിടിക്കപ്പെടും. താൻ അനുഭവിക്കാൻ പോകുന്ന വലിയ പീഡ, വലിയ മാനസികമായ വേദനകൾ, പരിഹാസങ്ങൾ, നിന്ദകൾ തനിക്കത് മനസ്സിലായി. താൻ 3 പേരെയും കൂടെ കൂട്ടി ഗത്സമനയിലേക്ക് പോയി. എന്നിട്ട് 3 പേരോട് പറഞ്ഞു, നിങ്ങൾ അല്പസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് യേശു കർത്താവ് വീണ്ടും മുന്നോട്ട് പോയി. ഒരു കല്ല് മുന്നോട്ട് പോയി. യേശു കർത്താവ് അവിടെ പ്രാർത്ഥിക്കാനായി തുടങ്ങി. ആ പ്രാർത്ഥനാ മധ്യത്തിൽ അവന്റെ രക്തത്തുള്ളികൾ, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീഴാൻ തുടങ്ങി. മാനസികമായൊരു മരണത്തിലേക്ക്, ഒരു മസ്തിഷ്ക മരണത്തിലേക്ക് പോകത്തക്കവണ്ണം അവന്റെ ഉള്ളം പ്രാണവേദനയിലായി. കാരണം പിറ്റേന്ന് അനുഭവിക്കാൻ പോകുന്ന കൊടിയ പീഡനം അത്രമാത്രമാണ്. അത് മനസ്സിലാക്കിയ യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. യേശു കർത്താവിനെ ബലപ്പെടുത്താൻ പിതാവാം ദൈവം ദൂതനെ അവിടേക്ക് അയച്ചു. ആ പ്രാർത്ഥനയുടെ നടുവിൽ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ എന്നോട് ചേർന്നിരുന്ന അല്പസമയം പ്രാർത്ഥിക്കുമെന്ന് താൻ വിശ്വസിച്ച് തൻ്റെ കൂടെ കൊണ്ടുവന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ യേശു കർത്താവ് കണ്ട കാഴ്ച, അവര് 3 പേര് ഉറങ്ങുന്നു. അവരെ തട്ടി ഉണർത്തി, നിങ്ങൾക്ക് അല്പനേരം പോലും ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലയോ?
വീണ്ടും പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് യേശു വീണ്ടും പോയി. വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പാ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. വീണ്ടും താൻ ആമേൻ വളരെ വേദനയിലായി. വീണ്ടും താൻ ഓടി വന്നു, വിശ്വസിച്ചു കൊണ്ടുവന്നതാ. കഷ്ടതയുടെ നടുവിൽ ഇച്ചിരി നേരം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ യേശു കർത്താവ് തിരികെ വന്നപ്പോഴും താൻ കണ്ട കാഴ്ച അവരുറങ്ങുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പോയി യേശു കർത്താവ് വീണ്ടും പ്രാണവേദനയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തിരിച്ചു വന്നപ്പോഴും അവർ യേശു കർത്താവ് കാണുന്ന കാഴ്ച ഉറങ്ങുന്ന ശിഷ്യന്മാർ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ആ 9 പേരെ മാറ്റി നിർത്തിയിട്ട് പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, നിങ്ങളെ നെഞ്ചോട് ചേർത്തത് എന്തിനാ? നിങ്ങളെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത്? അവര് പ്രാർത്ഥിച്ചില്ലേലും നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിച്ച തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. എൻ്റെ വീട്ടിൽ ഇനിയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനുള്ളവർ, എൻ്റെ പിതാവ്, 2 ജ്യേഷ്ഠന്മാർ, ഒരു ഫാമിലി, അവരൊന്നും വന്നിട്ടില്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസര് എന്ന പേരിനോഹരിക്കാരാ ഇന്ന് പകല് നമുക്ക് കഴിയട്ടെ ദൈവമക്കളെ. വളരെ പ്രാർത്ഥനയോടെ നമ്മെ ഏൽപ്പിച്ച താലന്തുകളെ നമുക്ക് കൈകാര്യം ചെയ്യാം. പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച മാതാവേ, പ്രാർത്ഥനയിൽ പോരാടി മുന്നേറിക്കോ. ആരാധിക്കാൻ കൃപ ലഭിച്ച ദൈവവൈതലേ, പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച വചനം ധ്യാനിക്കാം, സന്ദേശങ്ങൾ പറയാൻ, കഥാവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. ഒക്കെ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. പലർക്കും കൊടുക്കാത്തത് നമുക്ക് തന്നത് കേട്ടോ. ദൈവത്തിന്റെ കരുണ എന്താ തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. അതുകൊണ്ടൊരു വിശ്വസ്തതയുടെ സാക്ഷ്യം പറയാ. 2025 നമുക്ക് ഇടയായി തീരണം ദൈവമക്കളെ. അതിന് ആയുസ് തന്ന, ആരോഗ്യം തന്ന, ആമേ വേണ്ടതെല്ലാം തന്ന ഈ ഭൂമിയിൽ വീണ്ടും നിർത്തിയിരിക്കുന്നത് തിരിച്ചറിയുന്ന ദൈവജനം കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ച് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അമ്മ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെട്ടു. എൻ്റെ പേര് ജോസ് എന്നാണ്. അമ്മ, എൻ്റെ സ്വദേശം കൊട്ടാരക്കരയ്ക്കടുത്ത് ഓയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണ് ഞാനിപ്പോൾ ഈ പൂവച്ചലിനടുത്ത് ഷാരോൻ ഫെലോ ചർച്ചിലെ ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് 8 മാസമായതേ ഉള്ളൂ. എനിക്ക് ഏറിയകളൊന്നും വലിയ പരിചയമില്ല. അമ്മൻ എന്നെ ഇവിടെ കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തി കൊടുത്തത് ശ്രീകാര്യ പ്രിയ സെൽവം ബ്രദറാണ്. അമ്മ, ദീർഘവർഷം ഒരു ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട പരിചയം, ആ ശുശ്രൂഷ പങ്കാളിത്തമാണ് ഇങ്ങനെയാക്കിയത്. ആ കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ പറഞ്ഞൊരു പെന്തക്കോസ്ത് കുടുംബത്തിലൊന്നും ഞാൻ ജനിച്ചു വളർന്നതല്ല, പക്ക ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. ഈ പാസ്റ്റർ മിനിസ്ട്രിയിലേക്കൊന്നും വരുമെന്ന് എനിക്കൊട്ടും പ്രതീക്ഷയില്ല, എനിക്ക് ആഗ്രഹവും ഇല്ലായിരുന്നു. ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം നിത്യതയാണ്. ഹല്ലേലൂയ. അവിടേക്ക് പോകുന്നതിനിടയ്ക്ക് ദൈവം തന്ന കൊച്ചു കൊച്ചു ഡ്യൂട്ടികളാണ് ഈ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിനായി എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9, 10, 11, 12 വാക്യങ്ങൾ വായിക്കാം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. വചനം കണ്ടവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹീബ്രു ചാപ്റ്റർ 6 verses 10, 11 and 12 ഈ 3 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച ആമേ, നിങ്ങൾക്ക് വേണ്ടത് ദൈവം എൻ്റെ നാവിലൂടെ തരും. ആമേ, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ല, മറിച്ച് അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കണമെന്ന്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഞാൻ തളർന്നു പോകും, ഞാൻ നിരാശപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. അതൊന്നും അങ്ങയുടെ പ്രവൃത്തിയായി മാറില്ല. പക്ഷേ അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയ
2025 എൻ്റെ ആഗ്രഹം അതാണ്, കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കണം. 2025 നമ്മുടെ ആഗ്രഹം അതായി തീരട്ടെ. ഭൂമിയിൽ നമ്മുടെ ദൈവത്തിന് സംസാരിപ്പാൻ ഒരു നാവ് വേണം. ഭൂമിയിൽ നമ്മുടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു കരം വേണം. ഭൂമിയിൽ നമ്മുടെ കർത്താവ് പോകേണ്ടടുത്ത് പോകാൻ കാലുകൾ വേണം. ആമേ, അതാണ് ദൈവസഭ. ആമേ, എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയ്ക്ക് പറയാനുള്ളത് എൻ്റെ നാവിലൂടെ പറയണേ, അങ്ങയ്ക്ക് പ്രവർത്തിക്കാനുള്ളത് എൻ്റെ കയ്യിലൂടെ പ്രവർത്തിക്കണമേ, അങ്ങ് പോകേണ്ട ഇടത്ത് എൻ്റെ കാലുകളിലൂടെ അങ്ങ് പോകണമേ. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് ഒരു വ്യക്തിയോട് സംസാരിക്കാനുണ്ടെങ്കിൽ, ദൈവത്തിന് സഭയോട് സംസാരിക്കാനുണ്ടെങ്കിൽ, അപ്പാ അതെൻ്റെ നാവിലൂടെ സംസാരിക്കണമേ, എൻ്റെ നാവിലൂടെ സംസാരിക്കണമേ. എത്ര പേരിന്ന് പകൽ ആഗ്രഹിക്കുന്നു, എത്ര പേരിന്ന് അതാഗ്രഹിക്കുന്നു? ദൈവമക്കളെ, അതായിരിക്കണം ആഗ്രഹം. ആമേൻ. അങ്ങയ്ക്കൊരു രോഗിയെ സൗഖ്യമാക്കാനുണ്ടെങ്കിൽ, അപ്പാ അങ്ങയുടെ കരം ആമേ പ്രവർത്തിക്കേണ്ട, അങ്ങയുടെ കരം അല്ലെങ്കിൽ എൻ്റെ കരത്തിന്റെ മുകളിലൂടെ പ്രവർത്തിക്കണമേ. അങ്ങയുടെ കരമായ എൻ്റെ കരത്തെ അങ്ങ് ഉപയോഗിക്കണമേ. അങ്ങ് വെക്കേണ്ട കരം എൻ്റെ കരമായി തീരണമേ. അതിനുള്ള വിശുദ്ധിയുള്ളൊരു കരം എനിക്ക് തരണമേ. എൻ്റെ നാവിന് ശുദ്ധിയുള്ളൊരു നാവാക്കി മാറ്റണമേ. അങ്ങയ്ക്ക് പ്രവർത്തിക്കാൻ, ആമേൻ, അങ്ങയ്ക്ക് പോകാൻ ഒരു കാലുണ്ടെങ്കിൽ അത് എൻ്റെ കാലാക്കി മാറ്റണമേ. എൻ്റെ കാലിലൂടെ അങ്ങ് എത്ര പേര് ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം 2025 എൻ്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? 2025 ദൈവം എനിക്ക് തന്നൊരു ദർശനമാണത്. ആമേ. ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒത്തിരി പ്രവർത്തിക്കും. പരസ്യങ്ങൾ, ആമേ, വീട് വിസിറ്റിങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. മറിച്ച് ദൈവം എന്നിലൂടെ ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ, അത് നമ്മുടെ സ്വപ്നത്തെ കാണുന്നതിൽ അപ്പുറമായിരിക്കും. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? പഴയ നിയമഭക്തന്മാരെ നോക്കാം, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത് അവരിലൂടെ ദൈവം പ്രവർത്തിച്ചു. ആമേ. പുതിയ നിയമഭക്തന്മാരെ നോക്കാം. ഹല്ലേലൂയ. ആമേൻ. യേശു തൊടേണ്ട സ്ഥാനത്ത്, ഹല്ലേലൂയ, യേശുവിന്റെ നിഴൽ വീഴേണ്ട സ്ഥാനത്ത് പത്രോസിന്റെ നിഴൽ വീണപ്പോ വിടുതലായി. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? യേശു ഉയർപ്പിക്കേണ്ട സ്ഥാനത്ത് പൗലോസ് തൊട്ടപ്പോൾ ഉയർപ്പാൻ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? അന്ന് യേശു ഭൂമിയിലുണ്ട്. ആമേ. കുരുടന്റെ കണ്ണിച്ചു, ആമേ, തൊടുവാ, ആമേ, തുപ്പല് കൊണ്ട് ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടുവാ, ഹല്ലേലൂയ. തലേ ചെവിയിൽ കൈവയ്ക്കാൻ ഒരു യേശു ഉണ്ടായിരുന്നു. ഇന്ന് ആ യേശുവിന്റെ സ്ഥാനത്ത് ദൈവം സഭയാണ് ആക്കിയിരിക്കുന്നത്. സഭയിലെ വിശ്വാസികളെ നമ്മയാണ് ആക്കിയിരിക്കുന്നത്. എന്ന് പകൽക്കാലം പറ, കർത്താവേ അങ്ങയുടെ കരമായ എൻ്റെ കരത്തെ മാറ്റണമേ, അങ്ങയുടെ നാവായ എൻ്റെ നാവിനെ മാറ്റണമേ. ആമേൻ. എബ്രായ ലേഖനം, ആമേൻ, നമുക്ക് നന്നായിട്ട് അറിയാം. വേദപുസ്തകം എഴുതിയത് പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരമാണെന്നുള്ളത് സത്യമാണ്. എങ്കിലും പശ്ചാത്തലങ്ങളെയും സാഹചര്യങ്ങളെയും ഒന്നും പരിശുദ്ധാത്മാവ് വിട്ടുകളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. തിരിച്ചറിയുന്ന ദൈവജനത്തിന് സ്തോത്രം. എബ്രായ ലേഖനം AD 70 മുമ്പും കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷവും എഴുതിയതാണ് എബ്രായ ലേഖനം. ഞാൻ ഒത്തിരി ആ ഭാഗത്തേക്ക് പോകുന്നില്ലെങ്കിലും നമ്മൾ എടുത്ത വാക്യത്തിന്റെ ആ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നതിന് ശേഷമേ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ലേഖനം എഴുതിയ കാലഘട്ടത്തിൽ പുരോഹിതന്മാരുണ്ട്, യെരൂശലേം ദേവാലയമുണ്ട്, അവിടെ യാഗമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ആ വാക്യങ്ങളൊക്കെ വായിച്ച് 10, 11, 12 വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ യേശു കർത്താവ് ഉയരത്തിലിരിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി ആരാണ് എബ്രായ വിശ്വാസികൾ, അല്ലെങ്കിൽ എബ്രായരാരാണ്? പൗലോസ് ആരെയാണ് ഉദ്ദേശിച്ച് ലേഖനം എഴുതിയത്? ആമേൻ. എബ്രായ വിശ്വാസികൾ. എബ്രായ മതത്തിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന് അതെല്ലാം വിട്ട്, ഹല്ലേലൂയ, അവരുടെ യെരൂശലേം ദേവാലയം, യഹൂദന്മാരുടെ അഭിമാനമായിരുന്നു യെരൂശലേം ദേവാലയം. പ്രൈസ് ദി ലോർഡ്. അവരുടെ അന്തസ്സായിരുന്നു അവിടുത്തെ യാഗം, പുരോഹിതന്മാർ. അവിടുത്തെ യെരൂശലേം ദേവാലയത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു അഭിമാന വിഷയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർക്ക് അഭിമാനമായിരുന്ന യെരൂശലേം ദേവാലയവും പുരോഹിതന്മാരെയും യാഗങ്ങളെല്ലാം വിട്ട്, ആമേൻ, യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച, അവർക്ക് അഭിമാനമായിരുന്ന എല്ലാറ്റിനെയും വിട്ട്, ഹല്ലേലൂയ, അവരുടെ അന്തസ്സായി ഉയർത്തിപ്പിടിച്ച എല്ലാറ്റിനെയും വിട്ടിട്ട യേശുവിന്റെ നിന്ദ വലിയ ധനമെന്നെണ്ണിക്കൊണ്ട് അവർ കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. ആമേൻ.
ഒത്തിരി കഷ്ടവും പീഡനങ്ങളും അവർ സഹിച്ചു. 1, 2, 3 നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം, അത് ക്രിസ്തീയ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ലിപികളാൽ രേഖപ്പെടുത്തുന്നതാണ്. കാരണം ആമേൻ, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താകുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ, അനേക ഭക്തന്മാര് യേശു ക്രിസ്തുവിന്റെ അനുയായികളായതിന്റെ പേരിൽ ആമേൻ കൊടും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ആമേൻ വധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ ആ ഒരു കാലഘട്ടത്തിലൂടെ ആമേൻ പോയ ഒരു സന്ദർഭം. എന്നിട്ടും ഹല്ലേലൂയ, ഈ യഹൂദ ക്രിസ്ത്യാനികൾ പിറകോട്ട് പോയില്ല. ഹല്ലേലൂയ, ആമേൻ. അവരുടെ മുന്നിൽ വെച്ച് അവരുടെ കുഞ്ഞുങ്ങൾ ആമേൻ കൊല്ലപ്പെടുകയാണ്. ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ച് ഭാര്യമാരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് ഭർത്താക്കന്മാരെ ആമേൻ ക്രൂരമായ വിശന്നിരിക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നു. കൊടിയ പീഡനങ്ങള് മെഴുകുശീലകൾ കൊണ്ട് ചുറ്റി രാത്രികാലങ്ങളിൽ അവരുടെ ആഘോഷങ്ങൾക്ക് വെളിച്ചം പകരാൻ പാവം സാധു ക്രിസ്ത്യാനികളെ മെഴുകുശീലകൾ കൊണ്ട് ചുറ്റി ആമേൻ ഹല്ലേലൂയ അവരുടെ ആമേൻ ഹല്ലേലൂയ സ്റ്റേഡിയത്തിൽ അത് വിളക്കായി മാറ്റുന്ന ഒരു കാലഘട്ടം. വിശന്നിരിക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക്, ആഴ്ചകളോളം ആഹാരം കൊടുക്കാതെ ഇട്ടിരിക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക്, ആമേൻ സിംഹങ്ങളുടെ നടുവിലേക്കൊക്കെ പാപം സാധു ക്രിസ്ത്യാനികളെ വലിച്ചെറിയുകയാ. അവരുടെ വീടുകളെല്ലാം കൊള്ളയടിക്കുകയാ. ഹല്ലേലൂയ, കൊടിയ പീഡനങ്ങൾ. അതെല്ലാം വിവരിക്കാൻ ഇന്ന് പകൽ എൻ്റെ മുമ്പിൽ സമയമില്ല. ഹല്ലേലൂയ, അത്രമാത്രം കൊടിയ പീഡനങ്ങൾ അകച്ച് അണുവിട വ്യതിചലിക്കാതെ വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആമേൻ ഇവർ ഇറങ്ങിത്തിരിപ്പാനിടയായി തീർന്നു. ഇബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവരനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ ഒരു ചെറിയ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ തരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ടോ, ഒരു ചെറിയ പശ്ചാത്തലം അവിടെ ഉള്ളൂ. നിങ്ങൾ 1, 2, 3 നൂറ്റാണ്ടിലെ ക്രിസ്തീയ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം 10 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരനുഭവിച്ച പീഡനങ്ങൾ. ഇങ്ങനെ ഇതെല്ലാം സഹിച്ച് ഇവർ നിൽക്കുമ്പോൾ കുറെ നാളുകൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇവരുടെ ഉള്ളില് അവിശ്വാസം വരാൻ തുടങ്ങി. ഇവര് പിന്മാറ്റ അനുഭവങ്ങളിലേക്ക് പോകാൻ, അവരുടെ വിശ്വാസം തണുക്കാൻ തുടങ്ങി. അതുകൊണ്ട് പൗലോസ് പറയുന്നത് പലവട്ടം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കർഷകന് യോജ്യമായ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അത് ശാപയോഗ്യമാകുന്നു. ഹല്ലേലൂയ. പിന്നെ പറയുന്നു ഹല്ലേലൂയ, സ്വർഗീയ ദർശനം, ദൈവത്തിന്റെ വചനം, സ്വർഗീയ നന്മകളൊക്കെ പ്രാപിച്ചിട്ടും നിങ്ങൾ പിന്മാറിപ്പോയാൽ നിങ്ങൾ വീണ്ടും യേശുവിനെ ക്രൂശിക്കുകയാണ്. കാരണം ഇവരുടെ പിന്മാറ്റം കണ്ടിട്ട് പൗലോസിന് വലിയ വേദനയുണ്ടായി. അവരുടെ പിന്മാറ്റത്തെ അവർക്ക് ചൂണ്ടിക്കാണിച്ച് ഹല്ലേലൂയ, യേശു നിങ്ങൾക്ക് വേണ്ടി ഇന്നുമുണ്ട് എന്നവരെ ഉറപ്പിക്കാൻ വേണ്ടി എഴുതിയ ലേഖനമാ എബ്രായ ലേഖനം. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അവരെ ഉറപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? 11:10 വിശ്വാസത്താൽ സാറായും അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും 6:10 ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല.
വിശ്വാസം തണുത്ത് പിന്മാറ്റത്തിലേക്ക് പോകാൻ ഇറങ്ങിത്തിരിച്ചത് വൃഥാവായോ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന എബ്രായ ദൈവമക്കളും നോക്കിയിട്ട് ആമേൻ പൗലോസ് പറഞ്ഞു, നോ, അരുത്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവൃത്തിയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ സഹിച്ചത്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നത്, ആമേൻ, രക്തസാക്ഷികളായി മാറിയത്, പീഡന സഹിച്ചത്, കഷ്ടം സഹിച്ചത് മറന്നുകളയുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്, അത് ഓർക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ, ദൈവമക്കളെ, ആമേൻ, നാം ചെയ്തതൊന്നും അവൻ മറന്നുകളയുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം ഓർക്കുന്ന ദൈവമാ. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട് ലോകത്തിൽ? ആരും നമ്മെ ഓർക്കാനില്ലെങ്കിലോ അവൻ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആരൊക്കെ നമ്മെ വിട്ടുപോയാൽ നമ്മെ മറന്നുകളയാത്ത ഒരു ദൈവം. ഈ ആമേൻ എബ്രായ ക്രിസ്ത്യാനികളെ, നിങ്ങളെ മറക്കുന്ന ഒരു ദൈവത്തെ അല്ല ആമേൻ നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചത്, ഇപ്പോൾ ശുശ്രൂഷിക്കുന്നതിനാലോ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹമോ മറന്നുകളവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ ആമേൻ നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. നമ്മൾ നോക്കിയ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, പടുവൃത്തനായ 99 വയസ്സുള്ള ഒരു പടുവൃത്തനായ മനുഷ്യൻ തന്റെ കൂടാരത്തിന് മുമ്പിൽ ഇരിക്കുക. ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. തന്റെ വീടിന്റെ സമീപേ കൂടെ 3 പുരുഷന്മാർ കടന്നു പോകുന്നു. ആരാണെന്ന് അറിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം മുതലാണ് വാക്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആമേൻ. ആരാണെന്ന് അറിയത്തില്ല. എങ്കിലും ആമേൻ, ഈ 99 വയസ്സുള്ള പടുവൃത്തനായ മനുഷ്യൻ അവരെ കണ്ട മാത്രയിൽ ഓടിച്ചെന്നു. ഞാനത് ഭാവനയിൽ കാണാറുണ്ട്. ഓടിച്ചെന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആരാന്നറിയാത്ത ഈ യാത്രക്കാരുടെ മുമ്പിൽ അവനവരുടെ പാദം തൊടാൻ തുടങ്ങി. അബ്രഹാം ഒന്നുമില്ലാത്തവനല്ല, അവൻ കോടീശ്വരനാണ്. 318 അഭ്യാസികൾ സ്വന്തം വീട്ടിൽ ജനിച്ചു വളർന്നവരുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഭാര്യമാര് കണ്ടേക്കാം, അവിടുത്തെ പരിചാരകമാർ. രാവിലത്തെ ആ ആഹാര ടൈമൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. 4 പേർക്ക് 2 ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വിടുന്ന പാട്. ഹല്ലേലൂയ. നോക്കണേ, അബ്രഹാമിന്റെ വീട്ടിലെ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് നോക്കി, എന്താ ഉച്ചക്കത്തെ ലഞ്ച് ടൈമൊക്കെ ഒന്ന് നോക്കി. എന്നാ അബ്രഹാം സാധാരണ പുള്ളിയല്ല. അബ്രഹാമിനെ കുറിച്ച് പറയുന്നു ദൈവത്തിന്റെ പ്രവാചകൻ, വീണ്ടും പറയുന്നു ദൈവത്തിന്റെ സ്നേഹിതൻ. ആമേൻ. ഭൗതികമായും ആത്മീയമായിട്ടൊക്കെ ഉന്നത ശ്രേണി നിൽക്കുന്ന ഭക്തനായ അബ്രഹാം ആരെന്നറിയാത്ത 3 പേരെ കണ്ടിട്ട് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീണെങ്കിൽ തന്റെ എളിമയും, ഹല്ലേലൂയ, ഇന്ന് പകല് നാം മറന്നു പോകല്ലേ ദൈവമക്കളെ. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ നിങ്ങളുടെ കാല് കഴുകാം, പിന്നെ ഞാൻ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരാം. അബ്രഹാമിന്റെ ആദയത്വം സ്വീകരിച്ച് ആമേൻ വൃക്ഷച്ചുവട്ടിലിരുന്ന ആമേൻ 3 പേര് അബ്രഹാം വീണ്ടും ഓടുകയാ. ആ പടുവൃത്തനായ മനുഷ്യന് പതുക്കെ ഒന്നുമല്ല പോകുന്ന. അബ്രഹാമിന് ഓട്ടോ കണ്ടോ? ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനത്തിൽ പറയുന്ന അബ്രഹാം അറിയാതെ ദൈവത്തിന്റെ ദാസന്മാര്, ദൈവത്തിന്റെ ദൂതന്മാരെ ശുശ്രൂഷിച്ചിട്ടുണ്ടല്ലോ. അറിഞ്ഞില്ല. ഓടിയവരുടെ അടുക്ക ചെല്ലുന്നു, പാദം കഴുകുന്നു, ഇരുത്തുന്നു, വീണ്ടും ഓടി അടുക്കളയിലേക്ക് ചെന്നിട്ട് ആമേൻ സാറയോട് പറഞ്ഞു 3 ഇടങ്ങഴി മാവെടുക്ക. ആമേൻ 3 അതിഥികൾ വന്നിട്ടുണ്ട്, അവർക്ക് ആഹാരം ഉണ്ടാക്കണം. എന്നിട്ട് താൻ തൊഴുത്തിലേക്ക് ഓടിച്ചെന്ന ഏറ്റവും നല്ലതും ശ്രേഷ്ഠമായ ആമേൻ ഹല്ലേലൂയ ഒരു കാളക്കിടാവിനെ പിടിച്ച് ആമേൻ അത് നന്നായി പാചകം ചെയ്ത 3 പേർക്ക് 3 ഇടങ്ങഴി ആമേൻ മാവിന്റെ ആമേൻ അപ്പവോ അടയും. ഹല്ലേലൂയ. ആമേൻ ഇറച്ചി അളവ് നോക്കാതെ തന്റെ മുമ്പിൽ വന്ന ആമേൻ വ്യക്തികൾക്ക് താൻ കൊടുക്കുകയാ. ഹല്ലേലൂയ. തിരിച്ചറിയണം, ഞാൻ എവിടേക്കൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് പോകുന്നില്ല. ആമേൻ. കാലങ്ങൾ പലതു കഴിഞ്ഞു കേട്ടോ. അബ്രഹാം മരിച്ചു മൺമറഞ്ഞു, ഇസഹാക്ക് മരിച്ചു മൺമറഞ്ഞു, തന്റെ തലമുറ യാക്കോബ് മരിച്ചു മൺമറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ തലമുറ അബ്രഹാമിന്റെ ഹല്ലേലൂയ 4ാം തലമുറയിലേക്ക് വന്നപ്പോ ഇസ്രായേലിൽ നിന്ന് അബ്രഹാമിന്റെ തലമുറകളെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകും
മരുഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവർക്ക് ആഹാരഗാമ സമയമായപ്പോ ദൈവം പറഞ്ഞു ആൾക്ക് ഓരോ ഇടങ്ങഴി പറക്കിയെടുത്തോണം. എന്നാൽ ഇറച്ചിയുടെ കാര്യം വന്നപ്പോ അളവ് നോക്കണ്ട, എത്രമാത്രം പെറുക്കാമോ, എത്രമാത്രം ഭക്ഷിക്കാമോ. ഹല്ലേലൂയ. അത് പറക്കിക്കണം. ആത്മാവ് ചോദിച്ച ദൈവം പറയും, അപ്പാ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ മറക്കുന്ന ദൈവമല്ല, ഞാൻ ഓർക്കുന്ന ദൈവമാ. അബ്രഹാം പിതാവ് 3 മാവ് അളവ് നോക്കിയും ഇറച്ചി അളവ് നോക്കാതെയും തന്നെങ്കിൽ തലമുറയ്ക്ക് ഞാൻ മറക്കാതെ ഞാൻ ചെയ്യുന്ന ദൈവമാ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവം ഇതില് കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷിച്ചത് ഇപ്പോ ശുശ്രൂഷിക്കുന്നത് മറന്നുകളയുക. എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്ത അതിന് ഞാൻ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞ കർത്താവ് 2 കാശിന് 5 കുരികിൽ ലഭിക്കുന്നില്ലയോ? 1 കാശിന് 2 കുരികിലും 2 കാശിന് 4 കുരികിലും വിൽക്കേണ്ട സ്ഥാനത്ത് 1 കുരികിലിന് എക്സ്ട്രാ കൊടുത്തത് ആ എക്സ്ട്രാ ഫ്രീ ആയി കൊടുക്കുന്നതിനെ പോലും മറക്കാത്ത ഒരു ദൈവം. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം ദൈവമക്കളെ. നിങ്ങൾ നോക്കിയേ, കർത്താവിന്റെ ക്രൂശീകരണ സമയം ദൈവം മറക്കുന്ന ദൈവമല്ല. അത് പറയാൻ എനിക്കറിയത്തില്ല. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കണം. ഒരു മനുഷ്യൻ വയലിൽ നിന്ന് കയറി വരികയാണ്. അവന്റെ പേരെന്നാ? കുറേനക്കാരനായ, കറുത്ത വർഗക്കാരനായ കുറേനയിൽ ജനിച്ചൊരു മനുഷ്യൻ വയലിൽ നിന്ന് വരികയാണ്. സ്വാഭാവികമായ ഇന്റർപ്രിട്ടേഷൻ ഒത്തിരി ഉണ്ട്. സ്വാഭാവികമായി ഒന്ന് ചിന്തിക്കുക, വയലിൽ നിന്ന് വരുന്നത് താന് അധ്വാനം കഴിഞ്ഞ് വരികയാണ്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ എൻ്റെ ഭാവനയിൽ അതൊക്കെ കാണാറുണ്ട്. ഇന്നത്തെ കർഷകരെയൊക്കെ ഞാൻ നോക്കി കാണാറുണ്ട്. തൻ്റെ പണി 1000 തോളിൽ വെച്ച് മുഷിഞ്ഞ ആ വസ്ത്രമൊക്കെ ധരിച്ച് അന്ന് കിട്ടിയ കൂലിയും വാങ്ങി തൻ്റെ മടിശീലയിൽ ഒതുക്കി. തനിക്ക് 2 മക്കളുണ്ട്, അലക്സാണ്ടറും രൂബോസും. കുഞ്ഞുങ്ങളുടെ പഠനമൊക്കെ സ്വപ്നം കണ്ട് മൂത്തവനെ നന്നായിട്ട് പഠിപ്പിക്കണം, അവനെ ട്യൂഷന് വിടണം. ഞാൻ എൻ്റെ ഭാവനയെ കാണുക കേട്ടോ. ഹല്ലേലൂയ. ഇളവനെ നന്നായിട്ട് പഠിക്കണം, ഇളയവൻ ഒന്നുകൂടെ പഠിക്കാൻ മിടുക്കനാ. ഹല്ലേലൂയ. അവരെ പഠിപ്പിച്ച് ഉന്നത നിലയിലെത്തിയിട്ട് വേണം ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറാം, എനിക്കൊന്ന് വിശ്രമിക്കാൻ. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി എല്ലുമുറിയെ പണിയുന്ന ഒരപ്പൻ കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഭാസുരത, ഹല്ലേലൂയ, അവരുടെ ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ച് വയലിൽ നിന്ന് കേറി വന്നപ്പോ താൻ ചെന്ന് പെട്ടതൊരു പുരുഷാരത്തിന്റെ നടുവിലാണ്. അന്നേരം തനിക്ക് സ്ഥലകാല ബോധം വന്നത്. അവൻ ഞെട്ടി നോക്കിയപ്പോൾ ഒരു വലിയ പുരുഷാരം, പെസഹായുടെ പെരുന്നാൾ നടക്കുക. പക്ഷേ ഒരാരവാരവം കേൾക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്തെന്നറിയാൻ ജനങ്ങളുടെ ഇടയിലൂടെ അവൻ തിരക്കി. ഹല്ലേലൂയ. അവൻ ചെന്ന് കണ്ട കാഴ്ച അവനെ വല്ലാതെ ഭയപ്പെടുത്തി. കാരണം ഹല്ലേലൂയ, ഒരു മനുഷ്യൻ ഹല്ലേലൂയ പുറം മുഴുക്ക ഉഴവ് ചാലുകളെ പോലെ കീറപ്പെട്ടവനാ. തലയിലൊരു മുൾക്കിരീടധാരിയായി മുഖത്ത് കാർക്കിച്ച തുപ്പലും രക്തവും ഒന്മിച്ചൊരു മിശ്രിതമായി ഇറങ്ങി. തറയിൽ കിടക്കുകയാ. അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ അവന് മനസ്സിലായി ദേവാലയത്തിൽ പ്രസംഗിച്ചവനാ, അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തവനാ, കുരുടന് കാഴ്ച കൊടുത്തവനാ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനാ. ഹല്ലേലൂയ. കണ്ടിട്ടുണ്ട് കേട്ടോ. അവനൊന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോ അവന്റെ തലക്കിലിതാ ഒരു കുരിശ് കിടക്കുകയാ. അവന്റെ ഉള്ളൊന്ന് കാളി. യഹൂദന്മാർ, റോമക്കാർ വിശ്വസിക്കുന്നു ക്രൂശ് എന്ന് പറയുന്ന ശബ്ദം തങ്ങളുടെ കാതുകളിൽ നിന്നോ ആ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കണം. ക്രൂശ് ശവിക്കപ്പെട്ടതാ, ക്രൂശ് തൂങ്ങുന്നവൻ ശവിക്കപ്പെട്ടതാ. അതുകൊണ്ട് അവർ കാണാൻ കഴിയാത്ത, അവരാഗ്രഹിക്കാത്ത ക്രൂശിന്റെ മുമ്പിലാണ് അവർ ചെന്നുപെട്ടത്. അയ്യോ, ക്രൂശാണല്ലോ. അതിനകത്തെങ്ങാനും അബദ്ധവശാ തൊട്ടാ ശവിക്കപ്പെടോ, എന്റെ തലമുറകളുടെ ഭാവി ശവിക്കപ്പെടോ, എന്റെ കുടുംബം ശവിക്കപ്പെടുമെന്ന് പറഞ്ഞ ഒരു ഞെട്ടിത്തിരച്ചിലോടെ പിന്മാറിയപ്പോ ഹല്ലേലൂയ, റോമൻ പടയാളികളുടെ കണ്ണുകള് ഈ ശീമോന്റെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. ഒരു യഹൂദനെ ക്രൂശ് ചുമപ്പിക്കാൻ നിർബന്ധിക്കാനൊക്കെ ഇല്ല. അത് വംശീയ ലഹകള ഉണ്ടാകും. ഹല്ലേലൂയ. ഈ കുറേനക്കാരൻ, ചോദിക്കാൻ ആരുമില്ലാത്തവൻ, കറുത്ത വർഗക്കാരൻ, ഹല്ലേലൂയ, ക്രൂരരായ റോമൻ പടയാളികളുടെ മുമ്പില് ശീമോൻ ചെന്നുപെട്ട് കേട്ടോ. ഹല്ലേലൂയ. അവരുടെ കണ്ണിൽ അവൻ
പതിയപ്പെട്ടോ. അവരോടി വന്ന് ഇവനെ പൊക്കി. ഹല്ലേലൂയ. അവനോട് പറഞ്ഞു, ഈ ക്രൂശ് ചുമക്കണോ. ഹല്ലേലൂയ. ഇവൻ ഹല്ലേലൂയ ഈ മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ശീമോനൊന്ന് ശ്രദ്ധിച്ച് നോക്കി കാണോ. പുറം മുഴുക്ക ഉഴവ് ചാലുകളെ പോലെ കീറുകയാ. അരങ്ങം ഞാൻ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്കാർക്കും കണ്ടു നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. 33 തിരുവയസ്സുള്ള 10,000 സുന്ദര സ്വർഗത്തിന്റെ മണിമകുടമായവ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തെ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗെത്സമനയിലെ പ്രാർത്ഥനയ്ക്കു ശേഷം ഹല്ലേലൂയ സേവകരും പടയാളികളും അവന് ഏറ്റെടുത്തു. 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചൊരു കോടതികളും അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവസാനം പീലാത്തോസ് കൈ കഴുകി ഹല്ലേലൂയ ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല. എന്നാൽ ജനം ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു. അപ്പം തിന്നവർ വിളിച്ചു പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവർ വിളിച്ചു പറഞ്ഞു. മരിച്ചവരെ തിരിച്ചു കിട്ടിയവർ വിളിച്ചു പറഞ്ഞു. തന്നെ പ്രസംഗിച്ചവരെ നോക്കി പറഞ്ഞു, അവനെ ക്രൂശിക്കാ, അവനെ ക്രൂശിക്കാ, ബറബ്ബാസിനെ വിട്ടു തരിക. ജനത്തിന്റെ ആരവാരവം അതികഠിനമായപ്പോ പീലാത്തോസ് മനസ്സോടെ ഹല്ലേലൂയ വെള്ളമെടുത്ത് കൈ കഴുകിക്കൊണ്ട് പറയുകയാ, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എങ്കിലും നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്ക. പടയാളികൾ അവനെ ഏറ്റുവാങ്ങി കേട്ടോ. 5ലധികം കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കാണാത്തവനെ ഇവർ കൊണ്ടുപോയി കേട്ടോ. ഹല്ലേലൂയ. ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു, വാറുകൊണ്ട് അടുപ്പിച്ചു. എന്താ അവരുടെ ചാട്ടയുടെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കണം. നീണ്ട തോലിൽ മൃഗങ്ങളുടെ തോലിൽ തീർത്ത ചാട്ട, അതിന്റെ അറ്റം 5ആയി വിഭജിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ 5 എൻഡിലും ഒന്നിൽ ഈയക്കട്ട, വല്ല കട്ടയുള്ള സ്ക്വയർ രൂപത്തിലുള്ള കട്ട പോലെ ഈയം കൊണ്ട് നിർമ്മിച്ചൊരു കട്ട, അതിനുശേഷം വലിയ കൂർത്ത ചൂണ്ടയുടെ കൊളുത്ത്, അങ്ങനെ ഒന്നിടവിട്ട് ഈയക്കട്ടയോ ചൂണ്ടയും ഘടിപ്പിച്ച 5 ഇതളുകളായി വേർതിരിക്കപ്പെട്ട ചാട്ടവാറ്, അങ്ങനെ 2 ചാട്ടവാറുകൾ ഒരു റോമൻ ക്രൂരരായ റോമൻ പടയാളികൾ, മനസ്സാക്ഷിയില്ലാത്ത പടയാളികൾ, ആർക്കും അത് കണ്ടു നിൽക്കാനൊക്കത്തില്ല. ഒരുവിധമുള്ള ആർക്കും അങ്ങനെ അടിക്കാനൊക്കത്തില്ല എന്ന കണ്ണില്ലാത്ത കാതില്ലാത്ത ക്രൂരരായ പടയാളികളെ 2 പേരെ തിരഞ്ഞെടുത്ത യേശുവിനെ ഒരു മരത്തോട് പോലെ കുനിച്ചു നിർത്തിയിട്ട് ഹല്ലേലൂയ ഒരുത്തനപ്പുറത്ത് നിന്നുകൊണ്ട് തന്റെ കയ്യിലുള്ള ചാട്ടവാർ ചുഴറ്റി ആഞ്ഞടിക്കുമ്പോ അത് ഒരു സൈഡ് കറങ്ങി ഇപ്പുറത്ത് യേശു കർത്താവിന്റെ ശരീരത്തിൽ കൊണ്ട് ആദ്യം ഈ കട്ടകളാണ് പതിയുന്നത്. ആ അടി കൊണ്ട് ആ ശരീര മാംസം ചതയുമ്പോ തൊട്ടുപുറകെ കൊളുത്ത് പോലെയുള്ള ആ ചൂണ്ട പോലെയുള്ള കൊളുത്ത് യേശുവിന്റെ ചതഞ്ഞ ശരീരത്തിലേക്ക് കാഞ്ഞു പതിക്കും. അങ്ങനെ ഹല്ലേലൂയ ഈ കൊളുത്തുകൾ യേശുവിന്റെ ശരീരഭാഗത്തേക്ക് ആഞ്ഞു കയറുമ്പോ ഒരു ദാക്ഷിണ്യമില്ലാതെ ഈ പടയാളി അത് ആഞ്ഞു വലിച്ച് അത് പൊക്കി നോക്കുമ്പോ യേശു കർത്താവിന്റെ ചലിക്കുന്ന ശരീരം ഈ ചൂണ്ടയിൽ തൂങ്ങിക്കിടക്കും. അടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിന്മേൽ ഈ ചാട്ടവാറ് മുക്കുമ്പോ തന്റെ ജീവനുള്ള ശരീരം വെള്ളത്തിൽ തുടിക്കും. അതെടുത്ത് അടുത്തവൻ ഇപ്പുറത്ത് നിന്ന് അടിക്കും. അതേ അടി ഇപ്പുറത്ത് കൊള്ളുമ്പോ അതുപോലെ സംഭവിക്കും. അങ്ങനെ ഹല്ലേലൂയ അടികൊണ്ട് ഹല്ലേലൂയ പ്രവാചനത്തിലൊക്കെ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവന്റെ പുറമുഴവ് ചാലുകളെ പോലെ കീറി. ഹല്ലേലൂയ. റോമൻ നാണയത്തൊട്ടുകൾ കൊണ്ട് യേശു കർത്താവിന്റെ മുഖത്തെ രോമം അവർ വലിച്ചു പറിച്ചു. അവന്റെ കണ്ണുകെട്ടി. എന്നിട്ട് പറഞ്ഞു, പറക നിന്നെ അടിച്ചതാരെന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു. അവന്റെ മുഖത്ത് അവൻ കാർക്കിച്ചു തുപ്പി. ഹല്ലേലൂയ. നീണ്ട മുള്ളുള്ള ചെടിയുടെ കൊമ്പുകൾ കൊണ്ട് കിരീടം പോലെ മെടഞ്ഞുണ്ടാക്കിയിട്ട് യേശുവിന്റെ ശിരസിന്മേൽ വെച്ച് ആഞ്ഞടിച്ചു. ചരിത്രം രേഖപ്പെടുത്തുന്നവരുമുള്ള യേശുവിന്റെ കൃഷ്ണമണി തുറച്ച് കയറുവാൻ ഇടയായെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. ഇനി എന്തായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. പുറമൊത്തം മുഴവുചാലുകളെ പോലെ കീറപ്പെട്ടവനാ, ആരോഗ്യം ക്ഷയിച്ചവനാ, ഈ പച്ച പൈൻ മരക്കുരിശ് ചുമക്കാൻ കഴിയാതെ വീണ കിടക്കുന്ന യേശുവിന്റെ ക്രൂശ് ചുമപ്പാ അവർ കുറേനക്കാരനായ ശീമോനെ നിർബന്ധിച്ചു. പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ ചാട്ടവാറ് ചുഴറ്റി കാണും, അടിക്കാനും ഒങ്ങി കാണും. അവസാനം ഇവനെ പിടിച്ച് അക്രൂശിലേക്ക് തള്ളിയിട്ടു. ക്രൂശ് ശാപമാണ്. ക്രൂശ് തൊടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ക്രൂശ് തന്റെ കൈ ശരീരം തൊട്ട നിമിഷത്തിൽ ശിമയോന്റെ ഉള്ളം പിടഞ്ഞു. ഇത്രയും നാൾ അധ്വാനിച്ചത് വൃഥാവായി, ഇത്രയും നാൾ ഓടിയത് വൃഥാവായി. തലമുറകൾ ശപിക്കപ്പെട്ടു, എന്റെ കുടുംബം ശപിക്കപ്പെട്ടു. ഞാൻ ഇനി എന്തിന് ജീവിക്കുന്നു?
പകുതി ചത്തവനെ പോലെ അത്തപ്രാണനായി യേശുവിന്റെ ക്രൂശ് ചുമന്ന് സഹായിച്ചു. അത് കഴിഞ്ഞവൻ വീട്ടിലേക്ക് വരുമ്പോൾ എന്നും സന്തോഷത്തോടെ ഓടി വരുന്ന ആമേൻ ശീമോനെ കാണാം. ഭാര്യ നോക്കി നിന്നപ്പോ ഇതെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആമേൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇവൻ നടന്നു വരികയാണ്. ഭാര്യ ഓടിച്ചെന്ന് ചോദിച്ചു, എന്ത് പറ്റി മനുഷ്യ, എന്താ ചായ പറ്റിയത്? എടിയെല്ലാം നശിച്ചു, നമ്മുടെ തലമുറകളെല്ലാം ശപിക്കപ്പെട്ടു, നമ്മൾ എന്തിനു ജീവിക്കുന്നു? നിങ്ങൾ കാര്യം പറയും. ഞാനിതുപോലെ ഒരു ക്രൂശിൽ തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ശപിക്കപ്പെട്ടു, നമ്മുടെ കുഞ്ഞുങ്ങൾ ശപിക്കപ്പെട്ടു. ആമേൻ. എന്നാൽ നിങ്ങൾ നോക്കിയ റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചേ. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. കണ്ടോ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത വെറും കറുത്ത വർഗക്കാരനായ കുറേനക്കാരൻ ആമേൻ പൗലോസ് എന്ന് പറയുന്ന ജ്ഞാനിയായ മനുഷ്യൻ, ശ്രേഷ്ഠനായവൻ വന്ദനം പറയുമ്പോൾ എത്രയോ ശ്രേഷ്ഠ വനിതകൾ അവിടെയുണ്ട്. യോഗ്യത പറയാനുള്ള എത്രയോ പേരവിടെയുണ്ട്. അവരുടെ ഒന്നും പേര് പറയാതെ ആമേൻ ശീമോന്റെ ഭാര്യയുടെ പേരെടുത്ത് പറഞ്ഞെങ്കിൽ ദൈവം മറക്കുന്ന ദൈവമാണോ? ദൈവം മറക്കുന്ന ദൈവമാണോ? നിങ്ങൾ തന്റെ ദാസന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളയുവാ. എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. തിരിച്ചറിയുന്നത്ര ദൈവമക്കളുണ്ട്, തിരിച്ചറിയുന്നത്ര ദൈവമക്കളുണ്ട്. ശപിക്കപ്പെട്ടവനെന്ന് സമൂഹം നോക്കി പറഞ്ഞു, അയൽക്കാരെല്ലാം ശീമോനെ നോക്കി പറഞ്ഞു, നീയും നിന്റെ തലമുറയിൽ ശപിക്കപ്പെട്ടു. ആമേ ക്രൂശിൽ നീ തൊട്ടു. ശാപമെന്ന് ചുറ്റുപാടുള്ളവർ വിളിച്ചു പറഞ്ഞപ്പോൾ വചനം രേഖപ്പെടുത്തുന്നു, ആമേ കർത്താവിൽ പ്രസിദ്ധരായ അലക്സാണ്ടറും രൂഫോസും ശ്രേഷ്ഠന്മാരുടെ തലമുറകൾ പലരും അറിയപ്പെടാതെ കിടക്കുമ്പോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്ത, കർത്താവിന്റെ ദാസന്മാരെ ശുശ്രൂഷിച്ച, തലമുറകൾക്കുള്ളത് പോലും മാറ്റിവെച്ച ദൈവദാസന്മാർക്ക് കൈത്താങ്ങൽ കൊടുത്ത ദൈവവൈതലേ, മാതാവേ, പിതാവേ, ആരൊക്കെ നിന്റെ തലമുറകളെ മറന്നാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ഇന്നൊരാ പകല് ദൈവാത്മാ പറയുന്നു, ഞാൻ മറക്കുന്ന ദൈവമല്ല, അവൻ ഞാൻ ഓർക്കുന്ന ദൈവമാ. ചരിത്രം പറയുന്നു, ഞാനൊരു പുസ്തകത്തിൽ ഈ അടുത്ത സമയത്ത് വായിച്ചത്, ശരിയാണോ എന്ന് എനിക്കറിയില്ല, അലക്സാണ്ടർ അവിടുത്തെ ഗവർണറായിട്ട് മാറി. ആമേൻ. രൂഫോസ് കർത്തൃവേലയിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. നിർബന്ധിച്ച് ചുമന്നതാ. അപ്പൊ സോമനസാലൊന്ന് ചുമന്നാലോ? വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നിങ്ങളുടെ പ്രവർത്തികൾ മറക്കുന്ന ദൈവമല്ല, നിങ്ങളുടെ പ്രയത്നങ്ങൾ മറക്കുന്ന ദൈവമല്ല. തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേരോട് ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ, ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നിരാശയുടെ തലങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറട്ടെ, അവിശ്വാസത്തിന്റെ തലങ്ങൾ മാറട്ടെ. എന്റെ ദൈവം പ്രവർത്തിക്കയില്ല. ഞാൻ പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു, ഈ വിഷയത്തിന്മേലൊരു മറുപടിയില്ല. പ്രാർത്ഥന നിർത്തിയ ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം അവൻ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അല്ല, അവൻ നിന്നെ ഓർക്കുന്നവര് ദൈവമുണ്ട്, അവൻ നിന്നെ മറക്കുന്നവര് ദൈവമല്ല, നിന്നെ ഓർക്കുന്നവര് ദൈവം. ഞാനൊരു കാര്യം കൂടെ, എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എന്നെ ചില പ്രത്യേക ആമേൻ സന്ദർഭങ്ങളിൽ വളരെ ഭാരപ്പെട്ട ചില നിമിഷങ്ങളിലൊക്കെ ദൈവത്തോട് സംസാരിച്ചപ്പോൾ ദൈവം തന്ന ആലോചനകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പക്ഷേ അതെൻ്റെ വിശ്വാസത്തിൻ്റെ ആധിക്യം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ തന്നെ വിശ്വസിക്കാം. എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. 147-ാം സങ്കീർത്തനം എൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ? അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. വചനം കണ്ടവർ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എന്നോട് ദൈവാത്മാവ് ഇടപെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അവൻ കാട്ടിലെ
മൃഗങ്ങൾക്കും ആമേൻ. കരയുന്ന കാക്ക കുഞ്ഞിനും. ഒന്ന് ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ദൈവം മറക്കുന്ന ദൈവം അല്ല, ദൈവം ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം ഇങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് സംസാരിക്കും. കർത്താവേ, എന്തിനാ അങ്ങനെ അവിടെ എഴുതുന്നേ? ഒരു പക്ഷേ ഇത് ആവീരം ചോദിച്ചു കാണും, എന്തിനാ അങ്ങനെ എഴുതിയേ? കാട്ടിലെ മൃഗങ്ങൾക്കും. ഓക്കെ, തന്നെ അടുത്തത് എന്തായിരിക്കും വരണ്ടേ? കാട്ടിലെ മൃഗങ്ങൾക്കും അടുത്ത എന്തായിരിക്കും വരണ്ടേ? ആ എഴുതി വന്ന രീതിയിൽ എന്തായിരിക്കും വരണ്ടേ? കാട്ടിലെ മൃഗങ്ങൾക്കും കാട്ടിലെ പക്ഷികൾക്കോ പറവകൾക്കും അതതിൻ്റെ അങ്ങനെയല്ലേ എഴുതണ്ടേ? പക്ഷെ നിങ്ങൾ നോക്കിയേ, കാട്ടിലെ മൃഗങ്ങൾ, മൃഗസഞ്ചയത്തെ മുഴുക്കെ ഒന്നായിട്ട് പറഞ്ഞിട്ട് അടുത്തൊരു പർട്ടിക്കുലർ ബേർഡിന് ഒരെണ്ണത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നു. അമ്മേ, കരയുന്ന ഈ കാക്കയെ നമുക്കറിയാം ഇല്ലേ സിസ്റ്ററെ? കാക്കയുടെ വായിന് എന്തെങ്കിലും വീണാൽ നമ്മളെടുക്കും? ഇല്ല. കാരണം കുഞ്ഞുങ്ങളോട് ചോദിച്ച പരിസരം ക്ലീൻ ചെയ്യുന്ന പക്ഷി ഏതാന്ന് ചോദിച്ചാൽ ഇല്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ തിന്നുന്ന പക്ഷി ആര്? ഇല്ലേ? എത്രയോ നല്ല മനോഹരമായ പക്ഷികൾ പ്രപഞ്ചത്തിലുണ്ട് ഇല്ലേ? പഞ്ചവർണ്ണ കിളിയുണ്ട്, നല്ല മൈനയുണ്ട്, തത്തയുണ്ട് ഇല്ലേ? പീലി വിടർത്തി ആടുന്ന മയിലുണ്ട്, എന്തെല്ലാം കിളികളുണ്ട്. മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഈ കാക്കയുടെ പേരെന്തിനാ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വന്നേ? ആ ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം കേട്ടോ. സംശയമുള്ളതൊക്കെ അപ്പനോട് ചോദിക്കണം. പാസ്റ്റർമാരോട് ചോദിച്ചതിനേക്കാൾ മറുപടി കിട്ടുന്നതിനേക്കാൾ അപ്പൻ മറുപടി തരും. എൻ്റെ പല ചോദ്യങ്ങൾക്കും അപ്പനെ എനിക്ക് മറുപടി വന്നിട്ടുണ്ട്, സ്വർഗത്തിലെ അപ്പൻ. പ്രേക്ഷ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്നെ അപ്പം അങ്ങനെയൊക്കെ എഴുതി വെച്ച്. പൗലോസും ദാവീദും ചോദിച്ചാണോന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, എന്നൊക്കെ ഞാൻ എഴുതി വന്നു. ഞാനത് എൻ്റെ ഭാവനയെ പറയാം. ദാവീദ് എഴുതി വന്ന ദാവീദ് തൂലിക അവിടെ വെച്ചു. കാട്ടിലെ മൃഗങ്ങൾ, അടുത്ത കാട്ടിലെ പക്ഷികളെന്ന് എഴുതാൻ വന്നപ്പം പരിശുദ്ധാത്മാവ് ദാവീദിനെ തട്ടി, നീ അവിടെ നിൽക്ക്, വേറെ ഒന്നും ഇതിന് പോവല്ലേ, ഞാൻ എന്നെ ബലപ്പെടുത്തിയ ഒരു ദൂത് നിങ്ങളോട് പറയാനാണ് പറയുന്നത്. അങ്ങനെ അല്ല എഴുതണ്ടേ. എന്താ കർത്താവേ, അങ്ങനെയല്ലേ എഴുതണ്ടേ? അത് എഴുതി വന്ന രീതി അങ്ങനെയാണ്. അല്ല കുഞ്ഞെ, അല്ല. പിന്നെ നീ കാക്കയെന്ന് എഴുതണം. അയ്യേതാ കർത്താവ്, എന്നാ ഇത്? കാക്ക എന്നാ വൃത്തികെട്ട പക്ഷിയാ ഈ വിശുദ്ധ വേദ പുസ്തകത്തില്? എങ്കിൽ തത്തയുടെ പേരെഴുതാം, അല്ലേ മയിലിന്റെ പേരെഴുതാം. അല്ലടാ, നീ കാക്കയെന്ന് എഴുതണം. കാക്കയെന്ന് എഴുതാൻ പോയപ്പോൾ ദൈവം പറഞ്ഞു, കാക്കയെന്ന് എഴുതണ്ട, അതും പോട്ടെ, നീ കരയുന്ന കാക്ക കുഞ്ഞെന്ന് എഴുത. അയ്യോ, കരയുന്ന ആനയുടെ കുഞ്ഞുണ്ട്, സിംഹത്തിന്റെ കുഞ്ഞുണ്ട് ഇല്ലേ? ഓ, എന്നെല്ലാം പ്രബലമായ മൃഗങ്ങളുടെയും പിന്നെ പക്ഷികളുടെയൊക്കെ കുഞ്ഞുണ്ട്. ഒന്നും എഴുതിയില്ല. ആർക്കും വേണ്ടാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആരും വില കൽപ്പിക്കാത്ത ഒരു പക്ഷിയുടെ പേരല്ല, അതിൻ്റെ കുഞ്ഞിൻ്റെ, കരയുന്ന കുഞ്ഞിൻ്റെ, അതിന് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്നോട് പറഞ്ഞു, മോനെ അങ്ങനെ പറയാനൊരു കാരണമുണ്ടടാ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഏലിയാവിലേക്ക് കൊണ്ടുപോയി. തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ് ദൈവം കൊടുത്ത ആലോചന മുഖം നോക്കാതെ ആഹാബിനോട് പങ്കുവെച്ചു. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ദൂത് പറഞ്ഞ് പുറത്തിറങ്ങി ഏലിയാവ് അന്തം വിട്ട് നിന്നു. ഞാൻ എവിടെ പോകും? ദേശത്ത് മുഴുക്ക ക്ഷാമം ആരംഭിച്ചു. എനിക്ക് ആഹാരം എവിടെ നിന്ന് കിട്ടും? ഏലിയാവേ, നീ ഒരു കാര്യം ചെയ്യ്, കരീത്ത് തോട്ടിനരികിലേക്ക് പൊയ്ക്കോ. അവിടെ നിനക്ക് കുടിക്കാൻ വെള്ളമുണ്ട്. രണ്ടാമത് എനിക്ക് ആഹാരത്തിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഓർക്കണേ, ഈ കാക്ക അത്ര നല്ല പുള്ളിയൊന്നുമില്ല. കൊച്ചുങ്ങളുടെ കയ്യിലും ഇച്ചിരി സാധനം ഇരുന്ന് അപ്പോഴും തട്ടിക്കൊണ്ടു പോകുന്ന സാധനമായിരുന്നു. അതിനെ ഏൽപ്പിച്ച് ഭക്തന് ആഹാരം കൊടുക്കാൻ, അത് വിശ്വസ്തയോടെ ചെയ്തു. നമ്മളൊക്കെ വിശ്വസ്തരാണോ? നമ്മളെ എന്തെല്ലാം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്പത്തിൽ വിശ്വസ്തനായവന്
അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട്. അമ്മേ, ഈ കാക്കയ്ക്ക് എവിടുന്ന് ആഹാരം എന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയില്ല. ഈ കാക്ക അപ്പവും ഇറച്ചിയുമായിട്ട് ഉച്ചയാകുമ്പോൾ എവിടെ എത്തും? അല്ല, രാവിലെയും വൈകിട്ട് എവിടെ എത്തും? ഏലിയാവിൻ്റെ അടുക്കലെത്തും. കൊടുത്തിട്ട് ഈ കാക്ക മടങ്ങി അങ്ങോട്ട് പോകും, തൻ്റെ കൂട്ടിലേക്ക് പോകും. തൻ്റെ കൂട്ടിൽ ആര് കാണും? കുഞ്ഞുങ്ങൾ കാണും. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തള്ളക്കാക്ക വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ കാന്നും പറഞ്ഞ് നിലവിളിച്ച് വാവിളന്ന് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തള്ളയുടെ കയ്യിൽ ഒരു കഷ്ണം അപ്പം ഇല്ല. ഞാൻ എൻ്റെ ഭാവനയില്ല ഇതൊക്കെ പറയുന്നത്. ഒരു വിഷയത്തിൻ്റെ നടുവ് ദൈവാത്മാവിനോട് ഇടപെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചോദിക്കും, അമ്മേ ഒന്നും കിട്ടിയില്ലേ? ഞങ്ങൾ വിശന്ന് മരിക്കാറാവുന്നു, ഒന്നും കിട്ടിയില്ലേ? തള്ള പറയും, മക്കളെ കിട്ടിയടാ, പക്ഷെ നിങ്ങൾക്ക് തരാൻ ദൈവം പറഞ്ഞില്ല. അവിടെ ദൈവത്തിന്റെ ആലോചന അറിയിച്ചൊരു പ്രവാചകനുണ്ട്, അവന് കൊടുക്കാനാ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ മോള്, അവളിപ്പം +1-നാണ്. അവൾ ചെറിയ പ്രായമാക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലും വീട്ടിൽ നിന്ന് അല്ലാതെ ഒരു ഫുഡ് കഴിച്ചിട്ട് വന്ന വീട്ടിൽ കയറുന്നതിന് മുമ്പിട്ട് അവൾക്കറിയാം പപ്പ എന്തോ കഴിച്ചു, പിന്നെ കൈ പിടിച്ച് മണപ്പീര്, അങ്ങനെയൊക്കെ. നമ്മുടെ കൊച്ചുങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. അമ്മ, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ സ്മെല്ലൊക്കെ കിട്ടിക്കാണും അപ്പത്തിൻ്റെ കർത്താവ് കൊടുത്ത അപ്പം ഇറച്ചിയൊക്കെ ഇല്ലേ? അമ്മ, ഒരു പീസ് കൊണ്ടുവന്നില്ലേ? ഇല്ല മക്കളെ, ദൈവം പറഞ്ഞില്ല നിങ്ങൾക്ക് തരാൻ. അവസാനം പറഞ്ഞു കാണും, ആ ഏലിയാവിനോട് ചോദിച്ച ഒരു പീസ് തരത്തില്ലേ? ഇല്ല മക്കളെ, കർത്താവ് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞത് അവന് കൊടുത്തിട്ട് ഇനി പോരാനാ. ഈ കുഞ്ഞുങ്ങൾ അലമുറയിട്ട് കരഞ്ഞു കാണും. അമ്മ, വിശപ്പ് കൊണ്ട് കാക്കമ്മ ചത്തു, കാക്കയുടെ കുഞ്ഞുങ്ങളും ചത്തിട്ടുണ്ട്. ഏലിയാവ് മരിച്ചു, പക്ഷേ ഏലിയാവിന് ദൈവം മരിച്ചില്ല. വചനം എഴുതി വന്നപ്പോ രേഖപ്പെടുത്തി വെച്ചു, കാട്ടിലെ മൃഗങ്ങൾക്കു കരയുന്ന കാക്ക കുഞ്ഞിനും ആഹാരം കൊടുക്കുന്നത് ഇന്ന് പകല എന്റെ ദൈവം മറക്കുന്ന ദൈവമല്ല, എന്റെ ദൈവം ഓർക്കുന്ന ദൈവമോ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ടോ? ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ടോ? നിന്റെ മക്കളെ തലമുറകളെ മറക്കുന്ന ദൈവമല്ല, തലമുറകളെ ഓർക്കുന്ന ഒരു ദൈവത്തെയാ ഞാനിന്ന് മകളെ പ്രസംഗിക്കുന്നത്. ആരൊക്കെ മറക്കട്ടെ, ഏലിയാവ് മറക്കട്ടെ, അമ്മ മറന്നോട്ട്, പെറ്റമ്മ മറന്നോട്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കയില്ല. അവൻ കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞിനും അതതിന്റെ ആഹാരത്തെ കൊടുക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവൻ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരെ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവമക്കളെ, വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നു. 2025 വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവം നമുക്കൊരു പ്രോമിസ് തരികയാ, ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ മറക്കത്തില്ല. താങ്കളുടെ കയ്യിൽ നിന്ന് നന്മ പ്രാപിച്ച ദൈവദാസനത് മറന്നിട്ടുണ്ട് കേട്ടോ. താങ്കളുടെ കയ്യിൽ നിന്ന് നന്മ പ്രാപിച്ച പലതും താങ്കൾക്കെതിരായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, നിങ്ങൾ അവർക്കല്ല ചെയ്തത്, നിങ്ങൾ അവർക്കല്ല ചെയ്തത്, അതെനിക്ക് വേണ്ടിയാ ചെയ്തത്. അവര് മറന്നാലും അവര് താങ്ക്സ് പറഞ്ഞില്ലേ, ഞാൻ മറക്കുന്ന ദൈവമല്ല, അവൻ ഞാൻ ഓർക്കുന്ന ദൈവമാ. തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ അവൻ ആരല്ല, അനീതിയുള്ളവനല്ല. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആമേൻ. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് 12-ാമത്തെ വാക്യത്തിലേക്ക് വരിക. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ഒരു നിമിഷം കൂടെ ആ വാക്കിന് ദൈവത്തിന്റെ ദാസന്മാർ 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ച, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും. അതോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം നിങ്ങളുടെ പ്രവൃത്തി
മറക്കുന്നില്ല കേട്ടോ, നമ്മുടെ പ്രവൃത്തി മറക്കുന്നില്ല. ഓർക്കണം ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തി ഒന്നും മറക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ദൂത് നന്നായിട്ട് ഗ്രഹിക്കണേ, ദൂത് നന്നായിട്ട് മനസ്സിലാക്കണം, ദൂത് ഏറ്റെടുക്കണം. ഗിരിപ്രഭാഷണത്തിലെ കർത്താവ് പറഞ്ഞ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന് സമനാകും. മഴ പെയ്തു, വെള്ളം നദി പൊങ്ങി, കാറ്റടിച്ചു, ഈ വീടിന്മേൽ അലച്ചു, അത് വീണു പോയില്ല. മക്കളെ, വചനം കേട്ടത് കൊണ്ട് പ്രയോജനമില്ല, വചനം വായിക്കുന്നത് കൊണ്ടും പ്രയോജനമില്ല. വചനം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. നിങ്ങൾ 5, 6, 7 മത്തായി സുവിശേഷം, അത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം ലോകപ്രസിദ്ധമാണ്. ആമേൻ. എനിക്ക് ഒത്തിരി 6-ാം അധ്യായം 7-ാം വചനങ്ങൾ നാം ചെയ്യാൻ തയ്യാറാകണം. നിന്റെ സഹോദരനോട് കോപിച്ച നീ ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് പാത്രീഭൂതനാകുന്നു. നിന്റെ സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ നീ അഗ്നിനരകത്തിന്. എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ 5, 6, 7 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അതിനകത്ത് പറയുന്ന ഏത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാനുണ്ട്, അത് ചെയ്യുന്നവനാണ് വീഴാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ. കൂട്ട സഹോദരനോട് പകയും പിണക്കവും വെച്ചുകൊണ്ട്, വിദ്വേഷങ്ങൾ വെച്ചുകൊണ്ട് കർത്തൃമേശ എടുക്കുന്ന പ്രിയ ദൈവമക്കളെ, ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആലയത്തിന് പടി ചവിട്ടുമ്പോൾ ദൈവം ഇറങ്ങിപ്പോകും. അങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലുണ്ട്. തമ്മി പക വെച്ചുകൊണ്ട്, പിണക്കം വെച്ചുകൊണ്ട് ആലയത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ തമ്പുരാൻ അവിടെ ഇരിക്കാനൊക്കത്തില്ല. തമ്പുരാന്റെ അവസാന പ്രാർത്ഥനയും, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണമെന്നാ. എൻ്റെ വചനം കേട്ട് ചെയ്യണം. ആമേൻ. മാസം തോറും ഇവിടെ ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറി ദൈവമക്കളെ, വചനം കേട്ട് ചെയ്യാൻ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരോട് ഇന്ന് പകല് ദൈവാത്മാവിന് പറയാനുള്ളത്, ഏത് പ്രതിസന്ധി, ഈ മഴ അത് ഉയരത്തിൽ നിന്ന് വരുന്നതാ, ഇല്ലേ? നദി ഭൂമിയിൽ നിന്ന് വരുന്നതാ, കാറ്റ് 4 പാടുന്നും വരുന്നതാ, അല്ലേ? പ്രൈസലോ. ഇതെല്ലാം ഒന്നിച്ചടിച്ചോട്ടെ. ക്രിസ്തുവാകുന്ന വചനത്തിന്മേൽ, അവന്റെ വചനം അനുസരിച്ച് ചെയ്യുന്നവരാണോ പേടിക്കേണ്ട ദൈവമക്കളെ? പേടിക്കേണ്ട. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ടോ? അത് ചെയ്യാൻ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കണോ? കർത്താവിന്റെ വചനം ചെയ്യാൻ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കണോ? വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പകയും പിണക്കവും വിദ്വേഷവും വെച്ചുകൊണ്ട് ആമേൻ ആരും ദൈവത്തെ ആരാധിക്കാൻ വരരുത്. ഹല്ലേലൂയ. അതൊക്കെ ആമേൻ ദൈവത്തിന് പ്രസാദകരമുള്ള കാര്യമല്ല. അങ്ങനെയുള്ളവർ ആലയത്തിൽ കയറുമ്പോ ദൈവം ആലയം വിട്ട് പറഞ്ഞു പോകും. എത്ര ഏത് സഭകളിലുണ്ട്. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സഭയെ ശുശ്രൂഷിച്ചപ്പോൾ ദൈവം എനിക്ക് തന്നൊരു വചനമുണ്ട്. ആമേൻ. ഭൂമിയിൽ നിങ്ങൾ 2 3 പേർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഐക്യമത്യപ്പെട്ടാൽ, ആമേൻ, എൻ്റെ പിതാവ് നിങ്ങൾക്ക് ചെയ്ത് തരും. ഒത്തിരി അടുത്ത് ചിന്തിച്ചൊരു ഭാഗമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരേണ്ടത് ആരാ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആരാ മറുപടി തരണ്ടേ? ദൈവം, അല്ലേ? കർത്താവ് മറുപടി തരണ്ടേ? ആ കർത്താവ് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മറുപടി തരണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്നിക്കണം. പ്രാർത്ഥനയോട് പ്രാർത്ഥന, ഉപവാസത്തോട് പ്രാർത്ഥന. തമ്മിൽ ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഞാനങ്ങ് പൂവച്ചല്ല കാര്യമാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളങ്ങ് പ്രാർത്ഥിക്കുക കേട്ടോ, നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. പക്ഷെ തമ്മിൽ ചേരാൻ കഴിയുന്നില്ല. ഐക്യതയുടെ തലങ്ങൾ അറ്റുപോയി ദൈവമക്കളെ. ഇടർച്ചകളുടെ അനുഭവങ്ങൾ വരികയാ. ഹല്ലേലൂയ. പക, പിണക്കം, ഈർഷ്യ, ശാഠ്യം, ദ്വന്ദ്വ
സ്വന്തപക്ഷം, ഭിന്നത, അസൂയ, വെറുക്കൂത്തുകൾ, എന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുക. അവൻ അരുമാനാഥൻ നമ്മുടെ നടുവിലുണ്ടോ എന്ന് നാം ഒന്ന് ശോധന ചെയ്യണം ദൈവമക്കളെ. വെളിപ്പാട് പുസ്തകത്തില് 7 നിലവിളക്കുള്ള നടുവിൽ ഉലാവുന്ന ഒരു ദൈവത്തെ ആദ്യ അധ്യായങ്ങളിൽ കാണുമ്പോൾ ആമേൻ, അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ആമേൻ, സഭയുടെ പുറത്ത് നിന്ന് കർത്താവ് മുട്ടുകയാണ്. നേരത്തെ കർത്താവ് എവിടെ ആയിരുന്നു? 7 നിലവിളക്ക നടുവിൽ സഭയ്ക്കകത്ത് ഉലാവുന്നു. ഇപ്പോ കർത്താവ് പുറത്ത് വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിലൊന്ന് തുറന്നിരുന്നെങ്കിൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്നവനോടും. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഈ കർത്താവ് എന്നാ പുറത്തു പോയെ? തന്നെ താനൊന്ന് ശോധന ചെയ്യണം ദൈവമക്കൾ. പകല് എത്ര പേര് ഈ ദൂതന്റെ മുമ്പ് ഗ്രഹിക്കുന്നു? അവൻ നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്യുന്നു. അവൻ നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം തരും ദൈവമക്കളെ. നല്ലതാകിലും തീയതാകിലും അവൻ നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് അത് നല്ലതാകിലും തീയതാകിലും പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. നമ്മുടെ പ്രവൃത്തികളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ പ്രവൃത്തികൾക്ക് അവൻ പകരം നൽകും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവൻ പകരം, നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നതിനെല്ലാം അവൻ പകരം തരുന്ന ദൈവം. അവൻ ഒന്നും മറക്കത്തില്ല ദൈവമക്കളെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. നമ്മൾ ഈ പാപം ദൈവഹിതമല്ലാത്തതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുനീര്, അതിനെക്കുറിച്ചൊരു അനുതാപമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മോട് ക്ഷമിക്കും. ഒരുപക്ഷെ നിത്യത നമുക്ക് നഷ്ടമാകാതിരിക്കും. പക്ഷെ ചെയ്തതിന് നമ്മൾ അനുഭവിച്ച് ദൈവം ശിക്ഷിച്ചേ വിടൂ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്നാനപ്പെട്ടവൻ പാപം ചെയ്ത ദൈവം ശിക്ഷിക്കാതെ വിടുന്നെങ്കിൽ ആമേൻ, ദൈവം അനീതിയുള്ള ദൈവം അല്ലേ? ആണോ? 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 നാം സ്നാനപ്പെട്ടത് കൊണ്ട് നമുക്ക് ശിക്ഷയില്ല. സ്നാനപ്പെടാത്തവർക്ക് ശിക്ഷ കൊടുത്ത ദൈവം നീതിയുള്ള ദൈവമാണോ? അല്ലവേ അല്ല. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ, ഹല്ലേലൂയ. നാം ശരീരത്തിലിരിക്കുമ്പോ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ആമേൻ. നാം ദൈവത്തിന് വേണ്ടി ചെയ്തത് ദൈവം ഓർക്കുമ്പോ നമ്മുടെ പ്രവൃത്തി ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ, കൂടിരുന്ന് ആരാധിക്കുന്നവരെ ഭാരപ്പെടുത്തുന്നതാണെങ്കിൽ, ദൈവദാസന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആമേ, സഹോദരങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകല് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം തയ്യാറല്ല. അവൻ അങ്ങനെയുള്ളവർ യാഗം അവിടെ വെച്ചിട്ട് ആദ്യമായി ക്രമീകരിക്കപ്പെടും. തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? നമുക്കൊന്ന് മടങ്ങി വരാൻ കഴിയും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് അകന്നു പോകട്ടെ ദൈവമക്കളെ. കർത്താവിനുള്ള ഇഷ്ടമുള്ള പ്രവൃത്തി. ഇവിടെ പറയുന്ന പ്രവൃത്തി ആമേ, പ്രയത്നം, കഠിനാധ്വാനം എന്ന ഹാർഡ് വർക്ക് എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 16:12 വായിച്ചേ. റോമാലേഖനം. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രൂഫൈനയ്ക്കും ത്രൂഫോസയ്ക്കും വന്ദനം ചെല്ലുവീൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിനും വന്ദനം ചൊല്ലുവീൻ. കണ്ടോ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ടവരാണ് നമ്മൾ. പെർസിസിന് വന്ദനം ചെയ്യുന്നേ, അവളെ അത്യധ്വാനം ചെയ്തു. നമ്മളെ കുറിച്ചൊരു സാക്ഷ്യം ദൈവം പറയും. തൻ്റെ ഭക്തന്മാർ ചെയ്ത പ്രവർത്തികൾ. ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിന് വേണ്ടി ചെയ്തത് അവൻ തലമുറയ്ക്ക് ദൈവം കണക്കിട്ടു. ഹല്ലേലൂയ. ശീമോൻ നിർബന്ധത്താൽ ക്രൂശിച്ചു വന്നു, അവന്റെ തലമുറയെ ദൈവം മാനിച്ചു. അങ്ങനെയെങ്കിൽ 2025 നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യും. ഓരോ വിശ്വാസിയും കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ടവരാ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കാരണം അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്ന ദൈവമാ. ഇനി നമ്മുടെ പ്രവൃത്തി എങ്ങനെയുള്ളതായിരിക്കണം? യിരെമ്യാ പ്രവചനം ഒന്ന് എടുത്ത് 48-ാം അധ്യായം അതിന്റെ 10 മുതൽ ഒന്ന് വായിച്ചേ. ഞാൻ ഓടിച്ചു പറയാം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ.
രക്തം ചൊരിയാതെ വാളടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. യുദ്ധത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. ഒരു പോരാട്ടത്തിലാണ്. അമ്മാവിയമ്മയോടല്ല പോരാട്ടം, പാസ്റ്ററോടല്ല പോരാട്ടം, അടുത്തിരിക്കുന്ന വിശ്വാസികളോടല്ല പോരാട്ടം. അമ്മേ, നമുക്ക് പോരാട്ടമുണ്ട്. പിശാചിനല്ല പോരാട്ടം, നമുക്കാ പോരാട്ടമുള്ളത്. ആരോടാ പോരാട്ടം? പിശാചിനോട്. തിരിച്ചറിയുന്നത്ര ദൈവമക്കളുണ്ട്. പലപ്പോഴും അത് വരുമ്പോൾ നമ്മളങ്ങ് ശാന്തമാവും. പിന്നെ അയൽക്കാരോടാണോ കൂട്ടുവിശ്വാസികളാണോ ഒന്നൊന്നര പോരാട്ട പോര് വരുന്നെന്നാ പറയുന്നത്. മനസ്സിലാകുന്നത്ര ദൈവമക്കളുണ്ട്. നമ്മൾ അത്യധ്വാനം ചെയ്യണം, ഉദാസീനതയോടെ ചെയ്യല്ലേ. ഞാൻ എപ്പോഴും പറയും, ഒന്നേ കൈയടിച്ചോളോ, അത് കൈയടിച്ചതായിരിക്കണം. ഒന്നേ സ്വോത്രം പറഞ്ഞോളോ, അത് സ്വോത്രം പറഞ്ഞതായിരിക്കണം. ഒന്നേ പ്രാർത്ഥിച്ചോളോ, അത് പ്രാർത്ഥിച്ചതായിരിക്കണം. ദൈവസന്നിധി വന്ന് ഹല്ലേലൂയ ഒരാഴ്ച മുഴുക്കെ അധ്വാനിച്ച് വണ്ടി ഓടിക്കാനും ഭയമേ കാര്യങ്ങൾ ചെയ്യാനും വീട്ടു ജോലി ചെയ്യാനും ഒക്കെ അമ്മൻ ആരോഗ്യം തന്നെ അതെല്ലാം ചെയ്തിട്ട് വന്നിട്ട് ചിലരുടെ കയ്യടി കാണുമ്പോൾ എനിക്ക് തന്നെ അങ്ങ് സങ്കടം തോന്നാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയല്ല വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. അനുഗ്രഹം അനുഭവിക്കാൻ കടന്നു വരുന്ന ദൈവസന്നിധിയിൽ ഉദാസീനതയോടെ നാം ആരാധിച്ച് മടങ്ങി പോകുമ്പോൾ അനുഗ്രഹത്തിന് പകരം നമുക്ക് ലഭിക്കുന്നത് ദൈവവചനം പറയുന്നത് ശാപമായത് മാറോ. ഉദാസീനതയോടെ ദൈവത്തിന്റെ വേല ചെയ്യല്ല. ആരാധിക്കുന്നവർ ഉദാസീനതയോടെ വേല ചെയ്യല്ല. പ്രസംഗിക്കുന്നവർ, ദൈവവചനം ശുശ്രൂഷിക്കുന്നവര്, കഥാവിന്റെ വേല ചെയ്യുന്നവർ ഉദാസീനതയോടെ ചെയ്യല്ല. ഒരിക്കൽ മാത്രമേ ഈ ഭൂമിയിൽ ഒരു ജീവിതമുള്ളൂ. ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി അത്വധ്വാനം കർത്താവിന് വേണ്ടി പ്രയത്നിപ്പാ. പിശാച് മുഴുവലത്തോടും കൂടെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോ ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യാ. കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യാ. ഉദാസീനതയോടെയല്ല, നമ്മുടെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. മർക്കോസിന് സുവിശേഷം 14 അധ്യായം 3 വാക്യത്തിൽ വായിക്കുന്നു, അവൾ തന്നെ ആവത് ചെയ്തു. സുവിശേഷമുള്ളിടത്തോളം ദൈവമക്കളെ നമ്മളാ കഴിയുന്ന ചിലതുണ്ട്. ഒരു വമ്പൻ ക്രൂസൈഡ് നടത്താൻ നമുക്ക് കഴിയത്തില്ല. തിരുവനന്തപുരം പട്ടണത്തിലുള്ള എല്ലാത്തിനെയും സുവിശേഷ വേലയിൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ മുഴങ്കാല് മഴയ്ക്ക് നശിച്ചു പോകുന്ന പട്ടണത്തിന് വേണ്ടി കരയാ, നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി കരയാ. ഒത്തിരി ആലോചനകൾ ദൈവം എനിക്ക് തരുന്നുണ്ട്. ദൈവം അനുവദിക്കുന്ന രാത്രി അത് പങ്കുവയ്ക്കാം. ഇത് ദുഷ്കാലമാകയാ, നമുക്ക് ലഭിച്ച സമയങ്ങൾ നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. ഇത് ദുഷ്കാലമാകയാൽ നമുക്ക് ലഭിച്ച സമയങ്ങൾ നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ ദൈവമക്കളെ. മറിയ ശീമോന്റെ വീട്ടില് യേശു വന്നപ്പോ വിലയേറിയ സ്വച്ഛ ജഡമാംസ്യ തൈലം ഒരു ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ തൈലത്തിന്റെ വെറും ചെലവെന്തിന്, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഫൽസിച്ചു. ഒന്ന് നോക്കിയ ദൈവമക്കളെ, അവൾക്ക് കിട്ടിയ സന്ദർഭം യേശുവിനെ അന്നേരം യേശു പറഞ്ഞു, നിങ്ങൾ അവളെ അസഹ്യപ്പെടുത്തരുത്, ഇവൾ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളത് ഇപ്പോഴേ ചെയ്യുന്നു എന്നേ ഉള്ളൂ. മറിയയ്ക്ക് അവസരം കിട്ടിയപ്പോൾ മറിയ അങ്ങ് ചെയ്തു, ഇല്ലേ? ഏറ്റവും വിലപിടിപ്പുള്ളതാ കൊടുത്തത്. ആമേ. ഇനി നോക്കിയേ, യേശു കർത്താവിനെ അടക്കി 3-ാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ സഹോദരിമാര് ഒരുക്കിയ സുഗന്ധവർഗങ്ങളുമായി എവിടെ എത്തി? കല്ലറയിലെത്തി. കല്ലറയിൽ ചെന്നപ്പോ അവരെന്താ കണ്ടേ? ഒഴിഞ്ഞ കല്ലറയാ കണ്ടേ. കിട്ടിയ അവസരം അവക്കറിയാം. മരണസമയത്തോ യേശുവിന്റെ അടക്ക സമയത്ത് ഇത് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ യേശു ഇപ്പോ ഫ്രീയാ, യേശു ഇപ്പോ ഫ്രീയാ. അവൾ ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് മരിക്കുന്നത് നോക്കിയിരുന്ന ഞാൻ താക്ക സമയത്ത് അത് ഉപയോഗിച്ചു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാളത്തേക്ക് മാറ്റിവെക്കാനുള്ളല്ല, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം.
ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം ചൂള പോലെ കാത്തുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പകരം തിരിച്ചറിയുന്ന ദൈവജനത്തിനായി സ്തോത്രം. നമുക്ക് ചെയ്യാനുള്ളതാ ലഭിക്കുന്ന സമയം ആരാധിക്കാനുള്ള സമയമാ, ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമാ, ഇത് ഉപവസിക്കാനുള്ള സമയമാ, ഇത് പ്രവർത്തിക്കാനുള്ള സമയമാ. 2025 അടങ്ങിയിരിക്കാനുള്ള വർഷമല്ല, ഉദാസീനതയോടെ പോകാനുള്ള വർഷമല്ല. അവൻ ദൈവത്തിന് വേണ്ടി അധ്വാനം ചെയ്യാം. നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ സമൂലമായി ഒന്ന് തിരിഞ്ഞു നോക്കാം. കഥാവുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ പ്രവൃത്തി അറിയുന്ന ദൈവം, നമ്മെ ഓർക്കുന്ന ഒരു ദൈവം. നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഹല്ലേലൂയ. അനേക അത്തികൾ ഉണങ്ങിപ്പോയപ്പോൾ ഉണക്കാതെ നിർത്തിയൊരു ദൈവമുണ്ട്. വീഴാതെ നിർത്തിയൊരു ദൈവമുണ്ടപ്പാ. എന്നെ ഇതാ സമർപ്പിക്കുന്നു. യോഗ്യതയാണപ്പാ. ഏതുമില്ലാത്ത നികൃഷ്ടമായിരുന്നു എന്നെ അങ്ങ് കൊണ്ടുവന്നല്ലോപ്പാ. ഉദാസീനതയോടെ അല്ല, അത്യധ്വാനത്തോടെ നിന്റെ വേല ചെയ്യുവാൻ നിന്റെ സന്നിധിയിലായിരിപ്പാ. അടിയനെ സമർപ്പിക്കുന്നു. അതിനായി ദൈവസഭ ഒരുക്കണമേപ്പാ. പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ അഭിഷിക്തനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ദൈവികാലോചനകൾ നമ്മോട് അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്ന, നമുക്ക് ആവശ്യമേറിയ ശക്തമായ ദൈവത്തിൻ്റെ ദൂതുകൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ദൈവം നമ്മോട് അറിയിച്ചു കൊണ്ടിരുന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടക്കത്തിൽ ദൈവത്തിന്റെ അഭിഷേകത്തിലൂടെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 2 അത്തികളെ കുറിച്ച് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അത്തി അത് ഫലം കൊടുക്കാതെ വന്നപ്പോൾ ഹല്ലേലൂയ, അത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, 2 അത്തികളിൽ ഒരെണ്ണം ഹല്ലേലൂയ അത് വഴിയരികിൽ നട്ടിരുന്ന അത്തിയെ ദൈവം ശപിക്കുവാനിടയായി എന്ന് കേട്ടല്ലോ. ഹല്ലേലൂയ. കൃപയാൽ നമുക്ക് ഈ മുന്തിരിത്തോട്ടത്തിൽ കടന്നു വരുവാൻ, ഈ മുന്തിരിത്തോട്ടത്തിൽ നടപ്പെടുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഈ മുന്തിരിത്തോട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു അത്തിയായി നമ്മെ നട്ടുവെങ്കിൽ, കർത്താവിന് വേണ്ടി, ഉടമസ്ഥന് വേണ്ടി ഫലം കായ്ക്കുന്ന ഉടമസ്ഥൻ ഫലം അന്വേഷിക്കുമ്പോൾ ഫലം ഉള്ളവരായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടല്ലോ. ദൈവമക്കളെ, ഉപവാസത്തിന്റെ ഈ ആദ്യ പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി പോകും, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ഫലം കായ്ക്കും, ഞങ്ങൾ ഫലമുള്ളവരായി തീരുമെന്ന്. ഹല്ലേലൂയ. അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? നമ്മെ വിശ്വസ്തരെന്ന് കണ്ട് ദൈവം വിളിച്ചു എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. നാം അവിശ്വസ്തരായി തീരരുത്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന പോലെ നമുക്ക് ദൈവസന്നിധി വിശ്വസ്തത കാക്കാം, നമുക്ക് വിശ്വസ്തയോടെ നിൽക്കാം. ഹല്ലേലൂയ. വിശ്വസ്തരെ അവൻ മറന്നു കളയുന്ന ദൈവമല്ല. ഒരു കാക്ക ഏലിയാവിന് ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഹല്ലേലൂയ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്തപ്പോൾ ആ കാക്കയെ മാത്രമല്ല, ആ കാക്കയുടെ പരമ്പരകൾക്ക് വേണ്ടി പോലും കരുതിയവനെ ഈ വചനത്തിലൂടെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ പക്ഷിയുടെ പേര് മറന്നു പോകാതെ ഓർത്തു വച്ച് ഹല്ലേലൂയ ദൈവവചനത്തിൽ എഴുതി ചേർത്തെങ്കില് മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടല്ലോ. കുറേനക്കാരനായ ശിമോൻ അല്ലെങ്കിൽ നിർബന്ധത്താലാണെങ്കിലും യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ അവൻ തയ്യാറായതുകൊണ്ട് അവൻ മാത്രമല്ല, അവന്റെ ഭവനമൊക്കെയും അനുഗ്രഹിക്കപ്പെടുന്നു കേട്ടോ. തന്റെ ഭാര്യ പിന്നീട് ഓർക്കപ്പെടുന്നവളായി ദൈവവചനത്തിൽ പറയപ്പെട്ടവളായി മാറി. ആ 2 തലമുറകൾ അലക്സാണ്ടർ റൂബോസ് ദൈവം അനുഗ്രഹിച്ച റൂബോസ് കർത്താവിൽ പ്രശസ്തനായി. അലക്സാണ്ടർ ഗവർണറായി മാറ്റപ്പെട്ടു. എങ്കിൽ ദൈവമക്കളെ നമ്മെ
കർത്താവിന് വേണ്ടി മനസ്സോടെ നമുക്ക് നിൽക്കാം. മനസ്സോടെ കർത്താവിന്റെ ക്രൂശ് ഒന്ന് ചുമക്കാം. കർത്താവിന്റെ വേലയിൽ നമുക്ക് ശുഷ്കാന്തിയോടെ നിൽക്കാം. കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ആരാധന ശുഷ്കാന്തി കാണിക്കാം. ദൈവത്തോട് അടുത്ത് വരാം. ഹല്ലേലൂയ. എങ്കിൽ നമ്മ മാത്രമല്ല, നമ്മുടെ തലമുറകളെയും ഹല്ലേലൂയ മറക്കാത്ത ഒരു ദൈവത്തെ ഹല്ലേലൂയ ഇന്ന് കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചല്ലോ. അവൻ അനന്യൻ, അവൻ മാറാത്തവൻ, അവൻ വിശ്വസ്തൻ. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതിൽ ഊവ എന്നേ ഉള്ളൂ. ആകയാലൊന്ന് ദൈവസന്നിധിയില് ഹല്ലേലൂയ ഒന്ന് ഹൃദയങ്ങളെ ഒന്ന് കാലിൽ കീറാം. ഹല്ലേലൂയ വസ്ത്രങ്ങളല്ല, ഹൃദയങ്ങളെ ഒന്ന് കീറാം. ഈ ദൈവത്തെ ആരാധിക്കേണ്ടത് കൈപ്പോടെ ആരാധിക്കരുത്. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടല്ലോ. കൈപ്പോടെ ആരും ഈ കർത്താവിന്റെ സന്നിധി കടന്നു വരരുതെന്ന് ദൈവവചനം വ്യക്തമായി സംസാരിച്ചു. കൈപ്പോടെ നാം കടന്നു വന്ന കർത്താവ് ആലയത്തിന് പുറത്തു വരുന്നവരെയും ദൈവ ശബ്ദം നമ്മോട് കേൾപ്പിച്ചു. എത്രയോ പ്രാവശ്യമായി ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നിനക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അടുത്തിരിക്കുന്ന സഹോദരനോടോ, ഈ സഭയിൽ വരുന്ന സഹോദരനോടോ, മറ്റ് സഹോദരന്മാരോടോ എന്ന് ഹല്ലേലൂയ സ്വന്തം അടുത്തിരിക്കുന്ന ഒരേ അപ്പത്തിന്റെ അംശരികളായ സഹോദരിമാരോടോ സഹോദരന്മാരോ അല്പമെങ്കിലും കയ്പ് വച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് നീരസം വച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കെതിരെ ആവലാതി പറയുന്നുണ്ടെങ്കിൽ, അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനോട് കേൾപ്പിച്ചു, ഇന്ന് നിനക്ക് എനിക്ക് മാനസാന്തരപ്പെടാനുള്ള ദിവസം അത്രേ ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് മാനസാന്തരപ്പെടണം. സഹോദരനെതിരെ സഹോദരിക്കെതിരെ വിരൽ ചൂണ്ടരുത്, നീരസപ്പെടരുത്, പിണക്കം വയ്ക്കരുതെന്ന് ദൈവവചനം ശക്തമായി ഏറ്റെടുത്തെങ്കിൽ അല്ലെങ്കിൽ കേട്ടെങ്കിൽ അത് ഏറ്റെടുത്തോളുക. അല്ലെങ്കിൽ ദൈവത്തിന്റെ ബാലശിക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കേണ്ടതിന് ദൈവം പിന്നെയും ശക്തമായി അവിടുത്തെ ദാസനെ ഉപയോഗിക്കേണ്ടതിന് അല്ലെങ്കിൽ വൈദ്യരവും കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അഭിഷേകത്തിനെ ശക്തമായി ദൈവം ഉപയോഗിച്ചല്ലോ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ സണ്ണി ബ്രദർ പ്രാർത്ഥിക്കും. സണ്ണി ബ്രദർ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രൈസ് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഞങ്ങൾ കേട്ട വചനം കർത്താവെ ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി പറ്റുക. ദൈവം പിന്നെ ഇനി സഹായിക്കണം കർത്താവെ. കർത്താവെ നീ കേൾപ്പിച്ച വചനം പോലെ കർത്താവെ കാണുവാൻ ദൈവം എല്ലാവരെയും നീ സഹായിക്കണം കർത്താവെ. കർത്താവെ ദൈവദാസനെ ഒരു ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. പിന്നെയും കർത്താവിൻ മറച്ചുകൊള്ളും കർത്താവെ. അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭക്തന്മാർക്ക് പ്രവർത്തിച്ചതുപോലെ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം കർത്താവെ. പ്രാർത്ഥനയും കർത്താവ് യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം.